Hello guys, welcome to Educate Me and this is your teacher Nabil Mohammad. Accountancy നിങ്ങൾക്ക് വളരെ ഡിഫിക്കൽട്ടായി തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അതൊരു ഹെഡേക്ക് ആണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ പഠിക്കാൻ? നോട്ട് എനി മോർ. എങ്ങനെ അക്കൗണ്ടൻസി ഈസിയായി ഈവൺ ബുക്സ് പോലും ഇല്ലാതെ പിക്ചേഴ്സും സ്റ്റോറീസ് ഒക്കെ വെച്ച് എങ്ങനെ പഠിക്കാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇനി മുതൽ ആരും അക്കൗണ്ടൻസി കഷ്ടപ്പെട്ട് പഠിക്കാൻ പോകുന്നില്ല. എല്ലാവരും അക്കൗണ്ടൻസി ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പോവാണ്. സോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ലെറ്റ്സ് സ്റ്റാർട്ട് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓൾ റൈറ്റ്, യു ക്യാൻ സീ ദ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കുന്നില്ലേ. Financial accounting, there is a cartoon picture. There is a cartoon picture there and a person is having a calculator with him. എന്തുകൊണ്ടാണ് ഞാൻ കാൽക്കുലേറ്ററിൻ്റെ പിക്ചർ വെച്ചതെന്ന് വെച്ചാൽ this is very important. കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഏറ്റവും വലിയ ടൂളാണ്. എസ്പെഷ്യലി അക്കൗണ്ടൻറ്റ് സ്റ്റുഡൻ്റ് ഏറ്റവും വലിയൊരു ടൂളാണ് calculator. So you can see a person there having a calculator, but he is teaching someone financial accounting പഠിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആ പിക്ചർ തന്നെ യൂസ് ചെയ്തത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. നമ്മൾ ഒരുപാട് ഡെഫിനിഷൻസ് കേട്ടിട്ടുണ്ട്. റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമറൈസിങ്, മണി ടേംസ്, ബ്ലാ ബ്ലാ ബ്ലാ. ഇതൊക്കെ കാരണം ഹെഡേക്ക് ആയി നിൽക്കുന്നുണ്ട്. നമ്മളിതൊക്കെ പഠിക്കും, ആയിട്ടില്ല. നമുക്ക് ആദ്യം സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓവർ ദ പീരീഡ് നമുക്ക് അതിനൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ ഇസ് ദ ബിഗസ്റ്റ് വേർഡ് ഹിയർ. ഇവിടെ ഏറ്റവും വലിയ വേർഡ് ഇസ് ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ഹെഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് നമ്മളോട് പഠിക്കാൻ പോകുന്നത്. ഇതാണ് ഈ ട്രാൻസാക്ഷൻ. നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ട്രാൻസാക്ഷനാണ് നമുക്ക് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ ഹെഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ. നിങ്ങൾ ഏത് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇനി മുതൽ നമ്മളങ്ങോട്ട് പഠിക്കാൻ പോവാണ്. സിമ്പിളാക്കി ആലോചിച്ച് നോക്കാം. ലുക്ക് അറ്റ് ദാറ്റ് ട്രാൻസാക്ഷൻ. ഒരു ഓവൽ ഷേപ്പ് ബോക്സിൽ ഞാൻ ട്രാൻസാക്ഷനെ വെച്ചിട്ടുണ്ട്. ദ ഹെഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ. ഫസ്റ്റ് പേഴ്സൺ ഈസ് അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം, ക്യാപിറ്റൽ. ഈ 5 ട്രാൻസാക്ഷനാണ്. നിങ്ങളിത് പഠിച്ചു വെക്കണം, എഴുതി വെക്കുന്നില്ല. ആദ്യം നമുക്ക് വേണ്ടത് അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം, ക്യാപിറ്റൽ. ഞാൻ കൈവെക്കുമ്പോൾ നിങ്ങളും പറയാം അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം ആൻഡ് ക്യാപിറ്റൽ. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ദീസ് ആർ ദ ട്രാൻസാക്ഷൻ ഓർ ഇൻഫാക്ട് ദ ഹെഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ. ഇത് നമ്മൾ പഠിച്ചു കഴിയുന്നതോടെ ഇതെന്താണെന്ന് നമ്മൾ പക്ക മനസ്സിലാക്കി കഴിയുന്നു. നമ്മൾ അക്കൗണ്ടൻസി പഠിച്ചു കഴിഞ്ഞു. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് പഠിക്കാം എന്തൊക്കെയാണ് ഈ ഹെഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ്റെ മീനിങ് എന്താണെന്ന്. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം ആദ്യം മീനിങ് എന്താണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫർദർ ആയിട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം, ഓരോന്നോരോന്നായി പഠിക്കാം. ഫസ്റ്റ് പേഴ്സൺ ഈസ് ഹിയർ, ആസറ്റ് ആണ് ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ നമുക്ക് ആസറ്റിന് തന്നെ നമുക്ക് നേരെ എടുക്കാം. ലെറ്റ്സ് ഹാവ് എൻ എക്സ്പ്ലനേഷൻ അബൌട്ട് ദി ആസറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം ആസറ്റ്. മനസ്സിലാക്കാം ആസറ്റ്. +2 സ്റ്റുഡൻസ്, കോമേഴ്സ് പഠിച്ച സ്റ്റുഡൻസ് എവിടെയെങ്കിലൊക്കെ ആസറ്റ് കേട്ടിട്ടുണ്ടാവും. സയൻസ് സ്റ്റുഡൻസ് ചിലപ്പോൾ ഇത് കേട്ടിട്ടേ ഉണ്ടാവില്ല. നിങ്ങൾ ആരായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആദ്യം നോക്കാം ആസറ്റ്. ആദ്യം നമുക്ക് വേർഡ് മീനിങ് എന്താ നോക്കാം. അതിനുശേഷം നമുക്ക് അക്കൗണ്ടൻസിയിൽ എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, വേർഡ് മീനിങ് ആസറ്റ് മീൻസ് സംതിങ് വിച്ച് ഹാസ് എ വാല്യൂ. ഈവൻ ദ സംതിങ് വിച്ച് ഹാസ് എ വാല്യൂ. വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു സംഭവത്തിന് വി കോൾ ദാറ്റ് ആസ് എൻ ആസറ്റ്. ആസറ്റിനൊരു വാല്യൂ. പക്ഷേ നമ്മളൊരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റുഡൻ്റ് ആണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റുഡൻറ്റ് എപ്പോഴും മനസ്സിലാക്കിക്കണം, ദാറ്റ്സ് എ റിസോഴ്സ് ഓൺഡ് ബൈ ദ കമ്പനി. റിസോഴ്സ്. അപ്പോൾ എന്താ ഇവിടെ മെയിൻ വേർഡ് ആലോചിക്കുക. ഓരോ വേർഡും നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ ആസറ്റിൽ ഇറ്റ്സ് എ റിസോഴ്സ് ഓൺഡ് ബൈ ദ കമ്പനി. കമ്പനിയുടെ കയ്യിലുള്ള റിസോഴ്സസിനെയാണ് നമ്മൾ ആസറ്റ്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദീസ് റിസോഴ്സസ്? അപ്പോൾ നമുക്ക് സർട്ടൻ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കാം റിസോഴ്സസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിളായിട്ട്. ഫസ്റ്റ് വൺ ക്യാഷ്. ഒരാൾ ക്യാഷ് ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നത് യു ക്യാൻ സീ ദ ഹി ഈസ് കൗണ്ടിങ് ദ ക്യാഷ്. Cash is a resource of the company. So imagine you have a company, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനി ഓണറാണ്. യു ആർ ദ ഓണർ ഓഫ് ദി കമ്പനി. നിങ്ങളുടെ കയ്യിൽ അവിടെ എന്തുണ്ട്? ക്യാഷ്. ഇറ്റ്സ് എ റിസോഴ്സ്. കാരണം ക്യാഷ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഓൾസോ ഹാസ് എ വാല്യൂ. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ബിൽഡിംഗ്. നമ്മുടെ കയ്യിൽ തന്നെ സ്വന്തമായിട്ടുള്ള ബിൽഡിംഗ് ആണ്. യു ക്യാൻ സീ ദ പിക്ചർ ദ ബിൽഡിംഗ്. ആൻഡ് ദ തേർഡ് എക്സാമ്പിൾ ഈസ് വെഹിക്കിൾ. യു ക്യാൻ സീ ദ ഓഡി R8 there. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എക്സാമ്പിൾസിൽ. Cash is a very good example. Building a vehicle. Vehicle ആയിട്ട് ഞാനിവിടെ കാണിച്ചത് that's a car. അപ്പോൾ നമ്മൾ ആലോചിക്കാം asset is a resource owned by the company or something which has a value. Very simple പറഞ്ഞാൽ. And what are the examples? നമുക്ക് examples ഉണ്ട്. Cash, counting കാണാം, building and vehicle is the car I have given in this example. ഓക്കെ, അപ്പോൾ അസറ്റ് നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് ആസറ്റിനെ കുറിച്ച് പഠിക്കാം. ലെറ്റ്സ് സ്റ്റഡി ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ആസറ്റ്സ്. ക്ലാസിഫിക്കേഷൻ, ആസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അസറ്റ് നമ്മളിനി ഡിവൈഡ് ചെയ്യാൻ പോകണം. സിമ്പിളായിട്ടാണ്. ഞാൻ ബാലൻസ് ഷീറ്റിലുള്ള അതേപോലെ ഒന്നല്ല ചെയ്യുന്നത്. നിങ്ങളുടെ സ്റ്റാർട്ടിങ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ ലെറ്റ്സ് ഡിവൈഡ് ദിസ് ഇൻ ടു 2. യു ക്യാൻ സീ ഫിക്സ്ഡ് ആൻഡ് കറണ്ട്. 2 ടൈപ്സ് ആയിട്ടാണ് നമുക്കുള്ളത്. ഫിക്സ്ഡ്, കറണ്ട്.
ഒന്നുകൂടെ റിപ്പീറ്റ് ദ ഫിക്സ്ഡ് ആൻഡ് കറണ്ട്. സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഫിക്സ്ഡ്? ഫിക്സ്ഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഫിക്സ്ഡ് ദ ഓർ കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫിക്സ്ഡിനൊക്കെ ഫർദർ ആയിട്ട് ഒന്നും കൂടെ നോക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ്സ് ഫോർ ലോങ് ടേം യൂസ്. ഇപ്പോൾ ഫിക്സ്ഡ് ആസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ഫോർ വെരി ലോങ് ടൈം. ഓർ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലോങ് ടേം യൂസ്? നമുക്ക് നോക്കാം താഴെ. ഇറ്റ്സ് ഫോർ മോർ ദാൻ 1 year. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് വൺ എന്താ? ഫിക്സ്ഡ് ആൻഡ് കറണ്ട്. വി ഹാവ് ഡിവൈഡഡ് ദാറ്റ് ഇൻറ്റു ഫിക്സ്ഡ് ആൻഡ് കറണ്ട്. Fixed means it's for long term use. So what is the meaning of long term use? Long term use means more than 1 year. അപ്പോൾ നമ്മൾ more than 1 year യൂസ് ചെയ്യുന്ന assets എല്ലാം നമ്മുടെ കയ്യിൽ more than 1 year ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിക്സ്ഡ്. Now what is current asset? So the opposite of fixed is current. Opposite എന്തായിരിക്കും? long term use ന്റെ opposite becomes a short term use. അപ്പോൾ എന്താ short term use എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? less than 1 year. മനസ്സിലാക്കിയല്ലോ? ഫിക്സ്ഡ് കറണ്ട് ഓപ്പോസിറ്റ് ആണ് രണ്ടും. ഫിക്സ്ഡ് മീൻസ് ലോങ് ടേം യൂസ് മോർ ദാൻ 1 year, കറണ്ട് ഷോർട്ട് ടേം യൂസ് ലെസ് ദാൻ 1 year. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 3 എക്സാമ്പിളിൽ ആരാ ഫിക്സ്ഡ് ആരാ കറണ്ട് നോക്കാം. അപ്പോൾ ഓക്കെ നമുക്ക് നോക്കാം. ഞാൻ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ഫിക്സ്ഡ് ഇറ്റ്സ് ബിൽഡിംഗ്. സോ വൈ ഇസ് ബിൽഡിംഗ് എ ഫിക്സ്ഡ് ആസെറ്റ്? ആലോചിക്കുക. മോർ ദാൻ 1 year അല്ലേ? ഇന്ന് നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി നമ്മൾ 6 months കഴിഞ്ഞാൽ പൊളിക്കാൻ പോകുന്നതല്ല ബിൽഡിംഗ് ഇസ് ഫോർ വെരി ലോങ് ടൈം. നമുക്ക് കാണാം പല ബിൽഡിങ്സും ഒരുപാട് കാലത്തേക്കുള്ള ബിൽഡിങ്സ് ഒക്കെ ആയിരിക്കും. അപ്പം നമുക്ക് എന്തായാലും മോർ ദാൻ 1 yearലേക്കുള്ളതാണ്. സോ ബിൽഡിംഗ് ഈസ് എ ഫിക്സ്ഡ് ആസെറ്റ്. നൗ കംസ് ദ കറണ്ട് ആസെറ്റ്. ഐ ഹാവ് ഗിവൺ ദ ക്യാഷ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. യു ക്യാൻ സീ ക്യാഷ്. എന്തുകൊണ്ടാണ് ക്യാഷ് നമ്മളിങ്ങനെ ഒരുപാട് കാലത്തേക്ക് എടുത്തു വെച്ചല്ല, കുറേ ബ്ലാക്ക് മണിയുള്ള ആളുകൾ എടുത്തു വെക്കും. അതെല്ലാം നമുക്ക് ഇവിടെ കാര്യം. ക്യാഷ് നമുക്ക് ഇന്ന് യൂസ് ചെയ്ത് നാളെ യൂസ് ചെയ്ത് എവറി ഡേ വി നീഡ് ദാറ്റ്. നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് പിന്നെയും വേണ്ട സംഭവമാണ് ക്യാഷ്. ദാറ്റ്സ് വൈ ക്യാഷ് ഇസ് എ current asset. So fixed, current. What are the examples? Building for fixed asset and cash for the current asset. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് അസറ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഹെഡ്സ് ഓഫ് ട്രാൻസാക്ഷനിലെ ഫസ്റ്റ് തിങ് ഈസ് ഓവർ. നമ്മൾ ഓൾമോസ്റ്റ് കഴിയാനായി 5 things പഠിക്കാനുള്ളൂ. ഫസ്റ്റ് തിങ് ആസെറ്റ് ഇസ് ഓവർ. ആലോചിക്കുക എന്തായിരുന്നു ആസെറ്റ്? റിസോഴ്സ്, ഫിക്സ്ഡ്, കറണ്ട്, ലോങ് ടേം, ഷോർട്ട് ടേം, മോർ ദാൻ 1 year, ലെസ് ദാൻ 1 year. വി ഹാവ് സ്റ്റഡീഡ് ദി എക്സാമ്പിൾ ആസ് വെൽ. Now comes the second thing, that is liability. We can see that liability. ശ്രദ്ധിക്കുക, liability നമുക്ക് മലയാളം എന്താ നോക്കാം. liability, what is the meaning of liability? മലയാളത്തിൽ നേരെ പറയണമെങ്കിൽ ബാധ്യത. മലയാളം വേർഡ് ബാധ്യത. എന്താ ബാധ്യത? മലയാളം അറിയുന്ന ആളുകൾക്ക് എന്തായാലും ഇത് വാച്ച് ചെയ്യുന്നവർക്ക് മലയാളം അറിയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ബാധ്യത. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബിസിനസ് ടേംസിലേക്ക് നോക്കി നോക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് liability? The word meaning means the obligation. So what is obligation? Students, ബാധ്യത എന്താണെന്ന് അറിയാം. അപ്പോൾ obligation എന്താ? The same. ബാധ്യത തന്നെയാണ് obligation. Obligation ഒന്നുകൂടെ ഫർദർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തോ ഒന്ന് ചെയ്യാനുണ്ട്, നമ്മൾ എന്തോ ഒന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ +1 +2 സ്റ്റുഡൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നമുക്ക് കാണാം ദ കമ്പനി ഓസ് ടു സം വൺ. ആർക്കും ഒരാൾക്ക് കമ്പനി കൊടുക്കാനുണ്ട്. അതാണ് ഞാൻ രണ്ടും കൊടുത്തത്. ദാറ്റ്സ് എ ഒബ്ലിഗേഷൻ ഓഫ് ദി കമ്പനി. ഓർ ദ കമ്പനി ഓസ് ടു സം വൺ. അപ്പോൾ ഓ ചെയ്യാന്ന് വെച്ചാൽ കൊടുക്കാനുണ്ട്, എന്തോ ഒന്ന് കൊടുക്കാനുണ്ട്. വെദർ ഇറ്റ് ബി എ ക്യാഷ് ഓർ ആസെറ്റ് ഓർ എനിത്തിങ്, എന്തോ ആവാം. സോ സംതിങ് ദാറ്റ് ഹാസ് ടു ബി ഗിവൺ ടു സം വൺ. അപ്പം നമ്മൾ കമ്പനിയാണ്, ഓൾവേസ് വി ആർ ദ കമ്പനി. നമുക്ക് എന്തോ ഒന്ന് കൊടുക്കാനുണ്ട്. ദാറ്റ്സ് വാട്ട് വി കോൾ ലൈബിലിറ്റി. സോ ആസെറ്റ് എന്തായിരുന്നു? നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ്. വേർഡ്സ് എപ്പോൾ ആലോചിക്കുക, റിസോഴ്സ് ആയിരുന്നു. ലൈബിലിറ്റി ഈസ് ദി ഓബ്ലിഗേഷൻ. റിസോഴ്സ്, ഓബ്ലിഗേഷൻ. ആലോചിക്കുക, റിസോഴ്സ്, ഓബ്ലിഗേഷൻ. ഇവിടെ ഓബ്ലിഗേഷൻ ആണ്, നമ്മൾ ആർക്കോ എന്തോന്ന് കൊടുക്കാനുണ്ട്. ദാറ്റ് വേർഡ് ഇസ് വാട്ട് വി കോൾ ലൈബിലിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ പറഞ്ഞു ഓബ്ലിഗേഷൻ ആണ് അല്ലെങ്കിൽ കൊടുക്കാനുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സിമ്പിളായിട്ട് എക്സാമ്പിൾസിലേക്ക് വരാം. നമ്മൾ അസറ്റിൻ്റെ എക്സാമ്പിൾ പഠിച്ചാൽ ആലോചിക്കുക, നമ്മൾ ഈ ലൈബിലിറ്റിൻ്റെ എക്സാമ്പിൾസിലേക്ക് വരുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ എക്സാമ്പിൾ. ഫസ്റ്റ് എക്സാമ്പിൾ ഇസ് ക്രെഡിറ്റർ. ഈ എക്സാമ്പിൾ കേൾക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ചിരി വരാറുണ്ട്. കാരണം എന്താ വെച്ചാൽ പല ബികോം സ്റ്റുഡൻസിനും, ബികോം +1 +2 ഒക്കെ പോട്ടെ, അവരൊക്കെ ചെറിയ സ്റ്റുഡൻസ് വിചാരിക്കാം, പല ബികോം സ്റ്റുഡൻസിനും ഇപ്പോഴും ക്രെഡിറ്റർ ആരാ ചോദിച്ചാൽ അറിയാത്ത ഒരുപാട് ബികോം സ്റ്റുഡൻസ് ഉണ്ട്. ബട്ട് ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. അവരെന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടും ഡെഫിനിഷനൊക്കെ പഠിച്ചു വെച്ചിട്ടായിരിക്കാം. നമുക്ക് ഡെഫിനിഷൻ ഒന്നും വേണ്ട. പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. പിക്ചേഴ്സ് സ്പീക്സ് മോർ ദാൻ 1000 വേർഡ്സ്. അപ്പം നമുക്ക് നോക്കാം. ഈ പിക്ചറിൽ നിങ്ങളിതാ ക്രെഡിറ്റേഴ്സ് പഠിക്കുന്നു. ക്രെഡിറ്റർ നമുക്ക് നോക്കാം. 2 പിക്ചേഴ്സ്. അതെ, ഒരു കമ്പനി, ഈ ബിൽഡിങ്ങുള്ള നമ്മുടെ സ്വന്തം കമ്പനിയാണ്. ആൻഡ് ദർ ഇസ് എ ബ്യൂട്ടിഫുൾ മാൻ സിറ്റിംഗ് ദയർ. നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇയാളും നമ്മളും തമ്മിൽ എന്താ റിലേഷൻ? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഹിം ആൻഡ് അസ്? അപ്പോൾ നമ്മൾ നോക്കാം. നമ്മൾ എന്ത് ചെയ്തു? ഇയാൾക്ക് എന്തോ നമ്മൾ കൊടുക്കാനുണ്ട്. ഈ ആരോ നിങ്ങൾ യു ക്യാൻ സീ ദ ആരോ അങ്ങോട്ടാണ് കമ്പനി, അങ്ങോട്ട് കൊടുക്കാനുണ്ട്. ഇയാൾ തിരിച്ചിങ്ങോട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ നോക്കാം. ദിസ് ബ്യൂട്ടിഫുൾ മാൻ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ നമുക്ക് എന്തോ ഒന്ന് സെൽ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ്സ് എ ക്രെഡിറ്റ് സെയിൽ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ക്രെഡിറ്റ് സെയിൽ?
കടത്തിന് ഇയാൾ വിറ്റിട്ടുണ്ട്. ആർക്ക്? നമുക്ക്. നമ്മളാണ് ഇവിടെ കമ്പനിയിലെ. കമ്പനിക്ക് ഇയാൾ എന്തോ വിറ്റിട്ടുണ്ട്, കടത്തിനാണ് വിറ്റത്. അപ്പം നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? കൊടുക്കാനുണ്ട്. ഹി ഈസ് കോൾഡ് അവർ ക്രെഡിറ്റർ. അപ്പോൾ ആലോചിക്കുക, ഈ പേഴ്സൺ എപ്പോഴും ആലോചിച്ചൊക്കെ ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കോ ക്യാഷോ എന്തോ ഒന്ന് കൊടുക്കാനുണ്ട്. ഈ കേസിൽ, ദിസ് കേസിൽ ഇയാൾ നമുക്ക് സാധനം കടത്തിന് തന്നിട്ടുണ്ട്, നമ്മൾ ഇയാൾക്ക് ക്യാഷ് തിരിച്ചു കൊടുക്കാനുണ്ട്. ഹി ബിക്കംസ് എ ലയബിലിറ്റി. ആ ലയബിലിറ്റി ദിസ് പേഴ്സണിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ക്രെഡിറ്റർ. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ നോക്കാം ക്രെഡിറ്റർ എന്താ മനസ്സിലായല്ലോ. ഒരു സിമ്പിൾ എക്സാമ്പിൾ കൂടെ തരാം. നമ്മൾ നോർമൽ ലൈഫിൽ എപ്പോഴും കേൾക്കുന്ന ഒരു എക്സാമ്പിളാണ് ബാങ്ക് ലോൺ. ഓക്കെ, ദ സെയിം കമ്പനി, നമ്മുടെ കമ്പനി ബാങ്ക് പോയി ലോൺ എടുത്തു. ബാങ്ക് നമുക്ക് ക്യാഷ് തന്നു. ഈ ലോൺ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചടയ്ക്കണമല്ലോ. എന്തായാലും ലോൺ എടുത്ത് തിരിച്ചടയ്ക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ കമ്പനി അവർ കൊണ്ടുപോകും. അപ്പം നമുക്ക് ഇവർ ബാങ്ക് തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദി ആരോസ് എപ്പോൾ ആലോചിച്ചാൽ മതി. കമ്പനി തിരിച്ച് കൊടുക്കാനുണ്ട്, ബാങ്ക് നമുക്ക് തന്നിട്ടുണ്ട്. ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്തിരുന്നു, കമ്പനി എന്ത് ചെയ്യണം? തിരിച്ച് കൊടുക്കാനുണ്ട്. കൊടുത്തിട്ടില്ല. ലോൺ നമ്മൾ ഇന്നെടുത്ത് നാളെ കൊടുക്കുന്നതല്ല. ലോൺ കുറേ കാലത്തേക്കുള്ളത് ലോൺസ് ഒക്കെ നമ്മൾ ഇനിയും അത് കൊടുക്കാനുണ്ട്. ദാറ്റ്സ് എൻ ഒബ്ലിഗേഷൻ ടു ബി ഓർ വി ഓ ടു ദ ബാങ്ക്. ബാങ്കിന് കൊടുക്കാനുണ്ട്. ദാറ്റ് ബിക്കംസ് എ ലയബിലിറ്റി. അപ്പോൾ ലയബിലിറ്റി എന്താ മനസ്സിലായിട്ടുണ്ടാവല്ലോ. എക്സാമ്പിൾസ്: ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ലോൺ. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം ഇനി ക്ലാസിഫിക്കേഷൻ. നമ്മൾ അസറ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ക്ലാസിഫൈ ചെയ്യണം? ലയബിലിറ്റീനെ ക്ലാസിഫൈ ചെയ്യാം. യു ക്യാൻ സീ 2 types ഓഫ് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഇസ് ലോങ് ടേം ആൻഡ് കറണ്ട്. നമ്മൾ നേരത്തെ എന്തായിരുന്നു പഠിച്ചത്? ഫിക്സ്ഡ് ആൻഡ് കറണ്ട്. ഇവിടെ എന്താ? ഫിക്സിന് പകരം ദാറ്റ് ബിക്കംസ് ലോങ് ടേം ആൻഡ് കറണ്ട് ലയബിലിറ്റി. സോ ലോങ് ടേം വേർഡിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ലോങ് ടേം മീൻസ് വാട്ട്? ഇറ്റ്സ് ഫോർ ലോങ് ടേം യൂസ്. കറണ്ട് നമ്മൾ കറണ്ട് അസറ്റ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ഫോർ ഷോർട്ട് ടേം യൂസ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലോങ് ടേം യൂസ്? More than 1 year. What is the meaning of current? Less than 1 year. Very simple. Assets ൻ്റെ അതേപോലെ തന്നെ പഠിക്കാം. ലയബിലിറ്റീസിലും എന്തൊക്കെയുള്ള നമുക്ക്? ലോങ് ടേം ഓൾറെഡി നെയിമിൽ തന്നെ ഉണ്ട്. ഇറ്റ്സ് ഫോർ ലോങ് ടേം യൂസ്, ദാറ്റ് ഇസ് മോർ ദാൻ 1 year. ദ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാലോ ലെസ് ദാൻ 1 year. സോ എക്സാമ്പിൾ, നേരത്തെ 2 എക്സാമ്പിൾ പഠിച്ചാൽ നമ്മൾ ക്രെഡിറ്ററും ബാങ്ക് ലോണും. വിച്ച് ആർ ദി എക്സാമ്പിൾസ്? ലോങ് ടേം. ക്രെഡിറ്റർ ആയിരിക്കോ? ബാങ്ക് ലോൺ ആയിരിക്കോ? ലോങ് ടേം കോഴ്സ് ബാങ്ക് ലോൺ അല്ലേ? ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാം. ലോൺ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ടൈമിലേക്കല്ല, അത് ഷോർട്ട് ടേം ലോൺസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ബാങ്ക് ലോൺ മെയിനായി നമുക്ക് ഫോർ ലോങ് ടേം യൂസ് ആണ്. നോർമലി ഷോർട്ട് ടേം ലോൺ ഉണ്ട്, അത് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ മനസ്സിലാക്കാം ബാങ്ക് ലോൺ ഇസ് നോർമലി ഫോർ എ ലോങ്കർ പർപ്പസ്. അപ്പം നമുക്ക് ഇവിടെ നോക്കാം ബാങ്കാണ്. ആൻഡ് ഷോർട്ട് ടേം ആണെങ്കിലോ ക്രെഡിറ്റർ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇന്ന് വാങ്ങി നാളെ കൊടുക്കാണ്ടാവും. മേ ബി 10 days തരും, മേ ബി 1 month തരും, മേ ബി 6 months, 3 months, വിച്ച് എവർ ലെസ് ദാൻ 1 year ആയിരിക്കും. സോ ക്രെഡിറ്റർ ഇസ് ഫോർ ഷോർട്ട് ടേം യൂസ്. അപ്പോൾ മനസ്സിലാക്കിയേക്കുക. കറണ്ട് അസറ്റ്, അസറ്റ്സിൽ ഫിക്സ്ഡ് അസറ്റ്, കറണ്ട് അസറ്റ്. ഇവിടെ ആരാ? ലോങ് ടേം ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി. ഓൾ റൈറ്റ്, അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞു? അസറ്റ് കഴിഞ്ഞു, ലയബിലിറ്റി കഴിഞ്ഞു. Now what do we have? We have expense, income and capital. കഴിയാൻ പോവാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ, ഹെഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ കഴിയാൻ പോവാണ്. അസറ്റ് കഴിഞ്ഞു, ലയബിലിറ്റി കഴിഞ്ഞു. ഇറ്റ്സ് വെരി സിമ്പിൾ. അസറ്റ്സ് എന്താ ആലോചിക്കുക, ലയബിലിറ്റി എന്താ ആലോചിക്കുക, എക്സാമ്പിൾസ്, പിക്ചേഴ്സ് ഇങ്ങനെ ആലോചിക്കുക നിങ്ങൾക്ക്. Now we have the third person, that is expense. You can see that. എന്താ എക്സ്പെൻസ്? നോർമലായിട്ട് ചോദിച്ചാൽ നമുക്ക് എന്താ സിമ്പിളായിട്ട് എക്സ്പെൻസ് എന്താ? നമ്മുടെ ചെലവുകൾ. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പെൻസസ് ഉണ്ട്. ക്യാപിറ്റൽ, റവന്യൂ, തൽക്കാലം അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇപ്പം മനസ്സിലാക്കുക സിമ്പിൾ എക്സ്പെൻസ്. നമുക്ക് ആദ്യം മനസ്സിലാക്കാം സിമ്പിൾ എക്സ്പെൻസ് എന്ന് ആലോചിച്ച് വെക്കുക. റവന്യൂ ഒന്നും ക്യാപിറ്റൽ ഒന്നും പഠിക്കാം, നമുക്ക് ചാപ്റ്റർ ആയിട്ടാണ് അതൊക്കെ പഠിക്കാം. ഇപ്പം മനസ്സിലാക്കി വെക്കുക നിങ്ങൾ സിമ്പിൾ എക്സ്പെൻസ്. സോ സിമ്പിളായ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 year എവറി ഇയർ നമുക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസ്. അപ്പോൾ എക്സ്പെൻസസിൻ്റെ യു ക്യാൻ സീ അത് കൊടുത്തിട്ടുണ്ട് അവിടെ. ദാറ്റ് അലോ എ കമ്പനി ടു ഓപ്പറേറ്റ്. നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പെൻസസ്. ഇപ്പോൾ കമ്പനി മുന്നോട്ട് പോകണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ എന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ടോ അതാണ് ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ളതാണ്. ഓർ ദ മണി സ്പെൻഡ്സ് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ട്? ഓൾ ദോസ് ആർ സിമ്പിൾ തിങ്സ് ഓർ സിമ്പിൾ എക്സ്പെൻസസ്. ആൻഡ് ദ ലാസ്റ്റ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഇപ്പം നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും അതിൽ വരും അല്ലേ? യു ക്യാൻ സീ ദ 3 points ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോക്കാം, ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് എക്സ്പെൻസ് എന്നുള്ളതിൻ്റെ തിയറി എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആലോചിക്കാം സിമ്പിളായിട്ട് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകാൻ നമുക്ക് ഡേ ടു ഡേ അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ടേമിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, എവറി ഡേ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കിയേക്കാം. ആ എക്സ്പെൻസാണ് നമ്മുടെ ഈ എക്സ്പെൻസിൽ. സോ സിമ്പിൾ ആലോചിച്ചോക്കാം, ദ വേർഡ് സിമ്പിൾ എക്സ്പെൻസ്. എക്സാമ്പിൾ ഞാൻ തരാം. യു ക്യാൻ സീ ദ പിക്ചർ. ഒരാൾ, ദാറ്റ്സ് കമ്പനി, നമ്മൾ സാലറി കൊടുക്കാം. സാലറി ചെക്കായിട്ടാണ് പേ ചെയ്യുന്നത്. ചെക്കായിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്നു. ഈ എംപ്ലോയി ഇല്ലെങ്കിൽ കമ്പനി ഓപ്പറേറ്റ് ചെയ്യൂല. ദാറ്റ്സ് ദ മെയിൻ വേർഡ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്.
ഈ എംപ്ലോയി ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഈ എംപ്ലോയിക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ചെക്ക് ഓർ ദ സാലറി ഇതാണ് നമ്മുടെ എക്സ്പെൻസ്. ദാറ്റ് ഈസ് ദ സിമ്പിൾ എക്സ്പെൻസ്. എന്തായാലും നമ്മൾ ചെയ്യേണ്ട എക്സ്പെൻസ് ആണ്. ഇത് ചെയ്തില്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് വാസ് അവർ ഫസ്റ്റ് പോയിന്റ്. നൗ ഇപ്പുറത്തെ ഇൻട്രസ്റ്റ്, അത് നമ്മുടെ തേർഡ് പോയിന്റ് ആണ്. നോൺ ഓപ്പറേറ്റിംഗ്. എന്താ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും. ഈ ലോൺ നമ്മൾ തിരിച്ചടയ്ക്കുമ്പോൾ നമ്മൾ വെറും ലോൺ മാത്രമല്ല അടയ്ക്കുന്നത്. ഇസ്ലാമിക് ബാങ്ക് മാത്രമേ ഇൻട്രസ്റ്റ് അടയ്ക്കാത്തുള്ളൂ, ബാക്കി എല്ലാവരും ഇൻട്രസ്റ്റ് അടയ്ക്കണം. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യണം. ഈ ഇൻട്രസ്റ്റ് അടച്ചിട്ടില്ല എന്ന് വെച്ച് നമ്മുടെ കമ്പനി ഓപ്പറേറ്റ് ചെയ്യാതെ നിൽക്കുന്നില്ല. ഓപ്പറേഷൻ എന്തായാലും നടക്കും, പക്ഷേ ഇൻട്രസ്റ്റ് നമ്മൾ അടയ്ക്കേണ്ടതാണ്. അതും കമ്പനിക്ക് അടയ്ക്കേണ്ട സംഭവമാണ്. അപ്പം നമ്മൾ അത് അടച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ഒരു എക്സ്പെൻസ് ആണ്. സോ ഫസ്റ്റ് പോയിന്റ് ഓപ്പറേറ്റിംഗ്, ഞാൻ എന്ത് എക്സാമ്പിൾ തന്നു, ദാറ്റ് വാസ് സാലറി. നോൺ ഓപ്പറേറ്റിംഗ് ആരാണ്? ദാറ്റ്സ് ഇൻട്രസ്റ്റ്. എന്താ ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ അഫയേഴ്സ് മൂവ് ചെയ്ത് പോകാനുള്ളതാണ്. ദാറ്റ് ഇസ് ഓപ്പറേറ്റിംഗ്. നോൺ ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ അഫയേഴ്സ് മൂവ് ചെയ്ത് പോകും, എന്നാലും ഇത് അടയ്ക്കണം, നമ്മൾ അടയ്ക്കാനുള്ളതാണ് ഇൻട്രസ്റ്റ്. ഓൾ റൈറ്റ്, ഓക്കെ. ആരൊക്കെ കഴിഞ്ഞു? അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്. 3 persons ആർ ഓവർ. നമുക്കിനി 2 ആളുകളെയും പഠിക്കാനുള്ളൂ. നമുക്ക് നോക്കാം. ദാറ്റ്സ് ഇൻകം. ദാറ്റ്സ് എ ഫോർത്ത് പേഴ്സൺ ആൻഡ് വെരി 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 ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. ഈ ഇൻകം ആണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇൻകം. സോ എന്താ ഇൻകം? നമുക്ക് കിട്ടുന്ന പല ആളുകൾക്കും പല ഇൻകം ആയിരിക്കും. അപ്പോൾ കമ്പനിക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകം ഉണ്ട്. ഓപ്പറേറ്റിംഗ് ഉണ്ട്, നോൺ ഓപ്പറേറ്റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇൻകം. തൽക്കാലം മനസ്സിലാക്കുക, സിമ്പിൾ ഇൻകം. വെരി ഹെവി ഇൻകം ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ഇൻകമാണ്. നമുക്ക് ആദ്യം നോക്കാം. ദ കമ്പനി ഏൺസ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ഇൻ നോൺ ഓപ്പറേറ്റിംഗ് വേ. അപ്പോൾ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒന്ന് സെല് ചെയ്യുക, സർവീസ്, ഗുഡ്സ് ഓർ സർവീസ് സെല് ചെയ്യുക, അല്ലെങ്കിൽ ഇനി നോൺ ഓപ്പറേറ്റിംഗ് വേസിൽ. അപ്പോൾ നമ്മുടെ ഇൻകം എങ്ങനെയാണ് കിട്ടുക? ഏറ്റവും ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളൊരു കമ്പനി, എപ്പോഴൊരു ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക, കമ്പനി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്താ അവർക്ക് കൊടുക്കുക? ഒന്നുകിൽ നമ്മുടെ ഗുഡ്സ് സെല് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സർവീസ് സെല് ചെയ്യും. വാട്ട് ഇസ് ദ സർവീസ് സെല്ലിംഗ്? സർവീസ് സെല് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഹോസ്പിറ്റൽസ്, ദേ സെൽ ദ സർവീസ് ആൻഡ് നമ്മുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങും. അല്ലെങ്കിലോ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെല് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. യു ക്യാൻ സീ ദാറ്റ് ആസ് വെൽ. അപ്പോൾ അവരൊക്കെ ഇത് എന്തിനാണ് ചെയ്യുന്നത്? ദ മെയിൻ ഇൻറ്റൻഷൻ ഇസ് ഇൻകം, ഓർ ബിസിനസ് മാൻ്റെ ഇതിൽ പറയണമെങ്കിൽ പ്രോഫിറ്റ്. പ്രോഫിറ്റ് അല്ല, നമുക്ക് ആദ്യം മനസ്സിലാക്കുക ഇൻകം. ദ വേർഡ് ഹിയർ ഇസ് ഇൻകം ആൻഡ് പ്രോഫിറ്റ് ഇസ് ഓൾസോ എൻ ഇൻകം ആസ് വെൽ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഇൻകം. ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്സ് ആൻഡ് സർവീസസ് സെല് ചെയ്തിട്ടോ അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ബേസിൽ കിട്ടും. അപ്പം വേർഡ് ഇസ് നോൺ ഓപ്പറേറ്റിംഗ്. അവിടെ കാണാൻ നിങ്ങൾക്ക് വേർഡ് നോൺ ഓപ്പറേറ്റിംഗ്. നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്. നോൺ ഓപ്പറേറ്റിംഗ് എന്തായിരുന്നു? ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇവിടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓപ്പറേറ്റിംഗ് നോക്കാം. എങ്ങനെയാണ് നമുക്കൊരു ഇൻകം കിട്ടാം? ദ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് കാണാം, സെയിൽ ഓഫ് ഗുഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരാൾ കാർട്ടൂൺ ചെയ്യുക, ഒരാൾ മറ്റാൾക്ക് എന്ത് ചെയ്യുന്നു? സെൽ ചെയ്യുന്നു, സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. ആൻഡ് സെക്കൻഡ് വൺ യു ക്യാൻ സീ ദാറ്റ് ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് റിസീവ്. ഡിവിഡൻഡ് അല്ല, ഇൻട്രസ്റ്റ് കിട്ടുക. സോ വാട്ട് ഈസ് ബേസിക്കലി ഡിവിഡൻഡ്? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വാട്ട് ഇസ് എ ഡിവിഡൻഡ്? നിങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട് വിചാരിക്കാം. യു ഹാവ് സം ക്യാഷ് വിത്ത് ആൻഡ് ഞാനാണ് കമ്പനി, ഐ ആം ദ കമ്പനി. ഓക്കെ, നിങ്ങൾ എനിക്ക് ക്യാഷ് കൊണ്ടു തരുന്നു, ഞാൻ നിങ്ങൾക്ക് ഷെയർസ് തരുന്നു. ഓക്കെ, ക്യാഷ് നിങ്ങൾ തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർസ് തരുന്നു. നിങ്ങൾ എന്തിനാണ് എനിക്ക് ക്യാഷ് തരുന്നത്? ഷെയർസ് കിട്ടാൻ. ഈ ഷെയർസ് കിട്ടുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടാൻ. ഓക്കെ, അപ്പോൾ എന്താ ഡിവിഡൻഡ് എന്ന് പറയുന്നത്? ദാറ്റ്സ് എൻ ഇൻകം. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് കമ്പനി പേ ചെയ്യുമ്പോൾ കമ്പനിക്ക് ഇതൊരു എക്സ്പെൻസ് ആണ്. ലെറ്റ് ഇറ്റ് ബി ദെയർ. ഇനി ഞാൻ കമ്പനി, എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, ഞാൻ വേറെ ഏതെങ്കിലും ഒരു കമ്പനി കൊണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്തിനാണ് വേറെ കമ്പനി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എനിക്കതിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടാൻ. സോ വാട്ട് ഈസ് ദ ഡിവിഡൻഡ്? ദാറ്റ്സ് എൻ ഇൻകം. ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാഷ് എടുത്ത് വേറെ കമ്പനി കൊണ്ടിട്ട് ഞാൻ അതിൻ്റെ ഷെയർസ് വാങ്ങുകയാണ് ചെയ്തത്. ഷെയർ വാങ്ങുമ്പോൾ കിട്ടുന്നത് ഇതിൻ്റെ റിട്ടേൺ ആണ് ഡിവിഡൻഡ്. ഓക്കെ, ഞാൻ ഇനി അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ക്യാഷ് ഞാൻ കൊണ്ടുപോയി ബാങ്കിലിട്ടു. കമ്പനിയാണ് ഞാനാണ് കമ്പനി, ഐ എം ദ കമ്പനി. ഞാനിത് കൊണ്ടുപോയി ബാങ്കിലിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് അവരെനിക്ക് ഇൻട്രസ്റ്റ് തരും. ദാറ്റ്സ് എൻ ഇൻകം ഫോർ മീ. ഇല്ലേ, എനിക്കൊരു ഇൻകം ആണത്. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വേറെ ഏതെങ്കിലും ഒരു കമ്പനി കൊണ്ടുപോയി ഞാൻ അവരുടെ ഷെയർസ് വാങ്ങിയാൽ അവരെനിക്ക് ഡിവിഡൻഡ് തരും. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്താ? ഞാൻ എൻ്റെ ക്യാഷ് കൊണ്ടുപോയി ബാങ്കിലിടുന്നു, ബാങ്ക് എനിക്ക് എന്ത് തരുന്നു? ഇൻട്രസ്റ്റ് തരുന്നു. ദാറ്റ്സ് വാട്ട് വി കോൾ ഇൻകം. ഓൾ റൈറ്റ്, നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു? അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ് ആൻഡ് ഇൻകം. ആൻഡ് ദ ലാസ്റ്റ് പേഴ്സൺ ഹിയർ ഈസ് ക്യാപിറ്റൽ ഓർ ഇക്വിറ്റി. തൽക്കാലം ഇക്വിറ്റിയെ കാണാൻ നിൽക്കട്ടെ, നമുക്ക് സിമ്പിൾ ടേംസ് പഠിക്കാം. ക്യാപിറ്റൽ. അപ്പോൾ അഞ്ചാമത്തെ ആളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഹെഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അക്കൗണ്ടൻസിയാണ് നമ്മളിവിടെ കവർ ചെയ്തിരിക്കുന്നത്. സോ ക്യാപിറ്റൽ. What is capital? By the word meaning you can see capital. It is the amount or asset invested by the owner into the business. Okay, owner. ആരാണ് ഒരു ഓണർ? ഒരു കമ്പനിയിലേക്ക് ഒരു ഓണർ എന്ത് കൊണ്ടിടുന്നു? ക്യാഷ് അല്ലെങ്കിൽ അസറ്റ് തരുന്നു. സോ യു ക്യാൻ സീ ദി എക്സാമ്പിൾ. അവിടെ നോക്കാം. ദാറ്റ്സ് ദ ക്യാഷ്. യു ക്യാൻ സീ ക്യാഷ് ദേ.
എവിടെ കൊണ്ടിടുന്നു ക്യാഷ്? ഓണർ അടുത്ത് കുറച്ച് ക്യാഷ് ഉണ്ട് വിചാരിക്കുക. ഓണർ നേരെ മൈക്രോസോഫ്റ്റിൻ്റെ ഓണറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഇറക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആളാണെങ്കിലും നിങ്ങളുടെ അടുത്ത് ക്യാഷ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? യു ആർ ഗോയിങ് ടു മൈക്രോസോഫ്റ്റ് ആൻഡ് യു ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് ദാറ്റ് ടു ബിക്കം ആൻ ഓണർ. സോ നിങ്ങൾ ആ കൊടുക്കുന്ന ക്യാഷിനാണ് ക്യാപിറ്റൽ എന്ന് പറയാം. സോ ഈ മൈക്രോസോഫ്റ്റ് നിങ്ങളുടെ അടുത്തു നിന്നും ഈ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് ഇസ് എ കമ്പനി. അപ്പോൾ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ തിരിച്ചു പോകുമ്പം അല്ലെങ്കിൽ നിങ്ങളിത് നിർത്തി പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ക്യാഷ് മൈക്രോസോഫ്റ്റിൽ ഇട്ടിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് എന്ത് ചെയ്യണം? ഇത് തിരിച്ചു തരണം. ഓക്കെ, ദാറ്റ്സ് എ ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓണർ ഹാസ് ക്യാഷ് വിത്ത് ഹിം. നേരെ ഇവിടെ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റിൽ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഹി ഹാസ് ഇൻവെസ്റ്റഡ്. ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദി ഓണർ ഓർ ഫോർ ദ കമ്പനി ഈസ് കോൾഡ് ദ ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റലാണ്. കമ്പനിയിലേക്ക് ക്യാഷ് വന്നു, ഓണർ കൊണ്ടുവന്ന ക്യാഷാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ. സോ asset was the resource, liability was the obligation, expense was the expense we have or the simple expenditures, income, buying and selling of service or goods on non-operating, and capital means the amount invested by the owner into the business. നമ്മൾ 5 ട്രാൻസാക്ഷൻ, ദ ഇമ്പോർട്ടൻറ്റ് ഹെഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ അണ്ടറിലാണ് എല്ലാവരും വരുന്നത്. നിങ്ങൾ അക്കൗണ്ടൻസിയുടെ ഒരു ബിഗസ്റ്റ് പാർട്ടാണ് ഇപ്പം പഠിച്ചു കഴിഞ്ഞത്. ഇറ്റ് മൈറ്റ് സീം സോ സിമ്പിൾ, പക്ഷേ ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊന്നും കൂടി ഇങ്ങനെ ആലോചിച്ച് നോക്കാം എന്തൊക്കെ ഉണ്ടായിരുന്നു. അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം, ക്യാപിറ്റൽ എന്തൊക്കെ ആയിരുന്നു എന്നുള്ളത് പിക്ചർ വെച്ച് ഇങ്ങനെ ആലോചിക്കുക. അസറ്റിൻ്റെ പിക്ചേഴ്സ്, ലയബിലിറ്റി പിക്ചേഴ്സ്, എക്സ്പെൻസ്, ഇൻകം ആൻഡ് ക്യാപിറ്റൽ. Alright, നമ്മൾ ഹെഡ്സ് പഠിച്ചു കഴിഞ്ഞു. Now we are entering into a first step, that is journal entry. For students, this seems so difficult. Not anymore. Every journal entry is going to be very simple. നിങ്ങൾ ഈ journal entry പഠിച്ചാൽ ഫർദർ ആയിട്ട് എല്ലാത്തിലും ഏതൊക്കെ കോഴ്സ് നിങ്ങൾ കോമേഴ്സ് റിലേറ്റഡ് എടുക്കാൻ പറ്റും, എവ്രിവെയർ യു ഹാവ് അക്കൗണ്ടൻസി ആൻഡ് എവ്രി അക്കൗണ്ടൻസി ഹാസ് എ journal entry. journal entry ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ജേണൽ എൻട്രി. നമ്മളൊരു ട്രാൻസാക്ഷൻ, ഇപ്പോൾ നമ്മൾ ഹെഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ പഠിച്ചു, അതിൽ എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ നമ്മൾ ആദ്യം അതിനെ ജേണലൈസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് തിങ് ഈസ് ജേണലൈസിങ്. പിന്നെ ലെഡ്ജർ, ബ്ലാബ്ലാളൊക്കെ വരുന്നുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കിയ ജേണൽ എൻട്രി. സോ ജേണൽ എൻട്രി എന്താ? ഒരു ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംഭവം, ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇഫ് വി സെൽ സംതിങ് ഓർ ഇഫ് വി ബോട്ട് ആൻ അസറ്റ്. അപ്പോൾ നമുക്ക് ഒരു അസറ്റ് വാങ്ങി എന്നുള്ളത് നേരെ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് എഴുതി വെച്ചതാണ്. അതിനെ നമ്മൾ അക്കൗണ്ടിങ് ഫോമാറ്റിലേക്ക് ആക്കാൻ പോകണം. ഓക്കെ, ഓൾറൈറ്റ്. ഒരു സെൻറ്റൻസിനെ നമ്മൾ എന്താക്കാൻ പോവാണ്? ഒരു അക്കൗണ്ടിങ് ഫോമാറ്റിലേക്ക് ആക്കാൻ പോവാണ്. ദാറ്റ് ഫോമാറ്റ് ഈസ് വാട്ട് വി കോൾ ജേണൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ജേണൽ എൻട്രി പഠിക്കുന്ന മുമ്പേ നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി. സോ നിങ്ങൾ കോമേഴ്സ് സ്റ്റുഡൻസ് എല്ലാം ആദ്യമായിട്ട് ഇത് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ കോമേഴ്സ് ഇതുവരെ അത് കേട്ടിട്ടുണ്ടാവും. സയൻസ് സ്റ്റുഡൻസ് ആണ് മനസ്സിലാക്കിയേക്കാം ഡബിൾ എൻട്രി. ഇപ്പോൾ ഞാൻ പറഞ്ഞു സെൻറ്റൻസിന് നമ്മൾ അക്കൗണ്ടൻസി ഫോമാറ്റിലേക്ക് ആക്കാൻ പോവാം. ഈ അക്കൗണ്ടൻസി ഫോമാറ്റിലേക്ക് ആക്കുന്നതിൻ്റെ സെറ്റപ്പായി നമ്മൾ മനസ്സിലാക്കണം. ഡെബിറ്റ്, ക്രെഡിറ്റ്, ദർ ആർ 2 വേർഡ്സ്. ഇതിൻ്റെ ഫോമാറ്റിലേക്ക് ആക്കുന്നതിൻ്റെ മെയിൻ വേർഡ്സ് ആണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ആൻഡ് ആസ് പെർ ദി അക്കൗണ്ടിങ് റൂൾസ് എവറി ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ്. ഡബിൾ എൻട്രി, 2 ടൈംസ് എൻട്രി വരും. എന്തൊക്കെ ആയിട്ടാണ്? ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കാം, ഡെബിറ്റ് is equal to credit and ഒരു picture കാണാം. മെഷർമെന്റിൽ both should be equal. Look at that picture. Both should be equal. Every debit should be equal to every credit. That's what we call the double entry system. But journal entry നമ്മൾ ഏറ്റവും ആദ്യം ആലോചിക്കേണ്ട സംഭവം എന്താ? Every debit is equal to credit and the measurement should be the same. So debitൽ 500 ഉണ്ടെങ്കിൽ ക്രെഡിറ്റിലും എത്ര ഉണ്ടായിരിക്കണം? 500. ഡെബിറ്റിൽ 1000 ആണെങ്കിൽ ക്രെഡിറ്റിലും 1000. That's what the measurement picture is all about. Now let's study journal entry. That's the important. പിന്നെ journal entry പഠിക്കുന്ന മുമ്പേ certain short terms ഉണ്ട്. അപ്പോൾ ഇനി മുതൽ ഞാൻ ഡെബിറ്റിന് I'll write DR, ക്രെഡിറ്റിന് I'll write CR, അക്കൗണ്ടിന് I'll write A bar C and ledger folio LF. പഠിക്കാം. ledger folio എന്താ പഠിക്കാം. ഡെബിറ്റ് എന്താ? DR, CR, A bar C. ഇതൊരു മിസ്കോൺസെപ്ഷൻ വരാറുണ്ട്. റിപ്പയർ ഷോപ്പിലൊക്കെ നമുക്ക് കാണാം A bar C റിപ്പയർ ചെയ്യും. അവരുദ്ദേശിച്ചത് AC റിപ്പയറിംഗ് എന്നാണ്. എ സിക്ക് A bar C എന്ന് ഒരിക്കലും എഴുതില്ല. AC ആണ് എയർ കണ്ടീഷണർ. A bar C ഇസ് അക്കൗണ്ട്. അക്കൗണ്ടിങ്ങിലെ A bar C ആണിത്. സോ ഇനി മുതൽ A bar C ൻ്റെ അർത്ഥം അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എന്താ ജേണലിലാക്കാൻ പോകുന്നത്? നമ്മളൊരു സെൻറ്റൻസിൽ എഴുതി വെച്ചൊരു സംഭവത്തിനെ അക്കൗണ്ടിങ് ഫോമാറ്റിലേക്ക് നമ്മളാക്കാൻ പോകുന്നതാണ് ജേണൽ എൻട്രി. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ജേണൽ എൻട്രി പഠിക്കുന്നതിന് മുമ്പേ ആരൊക്കെയാണ് ഡെബിറ്റ്, ആരൊക്കെയാണ് ക്രെഡിറ്റ്? അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് 2 ടീമാക്കാം.
we are going to make two teams. So we said teams. നമുക്ക് ടീമാക്കി പഠിക്കാം. അപ്പോൾ 2 ടീമുണ്ട് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ടീമാക്കാൻ പോവാണേ, ഒക്കെ ഇങ്ങനെ ആലോചിച്ച് വെക്കുക. നമ്മളൊരു ടീമിലേക്ക് ഇറങ്ങാൻ പോവാണ്. 2 ടീമിനെ നമുക്ക് ഡിഫറെൻറ്റ് ടീംസ് നമ്മൾ ലൈഫിൽ കണ്ടിട്ട് നമുക്ക് 2 ടീമാക്കാം. 2 teams. You can see first team, team asset. Second is team liability. എന്താ ടീം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്താണെന്നൊക്കെ ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. ആരും ഇതുവരെ ടീം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ബട്ട് ദിസ് ഈസ് എ ഡിഫറെൻറ്റ് മെത്തഡോളജി. Team asset, team liability. ആലോചിക്കുക, again I repeat, team asset, team liability, team asset, team liability. ഈ 2 ടീംസാണ് നമുക്കിനി ഡെബിറ്റും ക്രെഡിറ്റും ജേർണലിലേക്കൊക്കെ മെയിൻ ആയിട്ടുള്ള അസറ്റ്. സോ ടീം ആസറ്റിൽ ആരൊക്കെ ഉണ്ട് നോക്കാം. ടീം ആസറ്റിൽ ഞാൻ ഇങ്ങനെ ഹൈഫൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടീം ആസറ്റ് യു ക്യാൻ സി അസറ്റും എക്സ്പെൻസും. ആരൊക്കെ ടീം ആസറ്റിൽ? അസറ്റ്, എക്സ്പെൻസ്, എ അസറ്റ്, ഇ എക്സ്പെൻസ്, എ അസറ്റ്, എക്സ്പെൻസ്. നൗ ടീം ലയബിലിറ്റിയിൽ ആരൊക്കെ വരുന്നത് നോക്കാം. ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, LIC. നമ്മൾ പഠിച്ചിട്ടുണ്ട് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നമുക്ക് ഇവിടെ എന്തൊക്കെ LIC? ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. ടീം അസറ്റ് ആരൊക്കെ? AE. ടീം ലയബിലിറ്റി ആരൊക്കെ? ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. Once again I repeat, 2 teams are there. Asset, team liability. ടീം അസറ്റിൽ ആരൊക്കെ വരുന്നത് നോക്കുക. ടീം അസറ്റ് ആൻഡ് എക്സ്പെൻസ്. ടീം ലയബിലിറ്റിയിൽ ആരൊക്കെ വരുന്നത്? LIC, that is liability, income and capital. 2 ടീമിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ടീമിനൊക്കെ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഈ ടീമിൽ ആർക്കൊക്കെ എന്തൊക്കെ വന്നാലാണ് ഡെബിറ്റ്, ആർക്കൊക്കെ എന്തൊക്കെ വന്നാലാണ് ക്രെഡിറ്റ്. സിമ്പിളാണ്, മനസ്സിലാക്കിയേക്കാം. 2 teams are there. ടീം അസറ്റ്, ടീം ലയബിലിറ്റി. ടീം അസറ്റിൽ AE, ദാറ്റ്സ് അസറ്റ് ആൻഡ് എക്സ്പെൻസ്. ടീം ലയബിലിറ്റിയിൽ ആരൊക്കെ? LIC, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പഠിച്ച 5 തിങ്സിലെ 2 ആൾക്കാരാണ് ഒരു ടീമിലുള്ളതും 3 ആളുകൾ അടുത്ത ടീമിലും. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് പഠിക്കാം. ഒരു സ്റ്റോറി പഠിക്കാം ആദ്യം. ജേർണൽ എൻട്രി പഠിക്കുന്നതിന് മുമ്പ്, നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു സ്റ്റോറി പഠിക്കാം. ലെറ്റ്സ് ടേക്ക് എ സ്റ്റോറി ആൻഡ് യു ക്യാൻ സീ ദ സ്റ്റോറി വേർ ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ഗുഡ് ആൻഡ് ക്രെഡിറ്റ് ഈസ് ഈക്വൽ ടു ബാഡ്. ഡെബിറ്റും ഗുഡും തമ്മിലോ ക്രെഡിറ്റും ബാഡും തമ്മിലോ ഒരു ബന്ധവും കേട്ടോ. ദർ ഇസ് നോ റിലേഷൻ ഓർ വാട്ട്സ് എവർ. ഞാൻ ജസ്റ്റ് സ്റ്റോറി മെമ്മറൈസേഷന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഡെബിറ്റിനെ ഐ മേഡ് ഇറ്റ് ഗുഡ് ആൻഡ് ക്രെഡിറ്റിനെ ഐ മേഡ് ഇറ്റ് ബാഡ്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ദർ ഇസ് നോ റിലേഷൻ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ് ഓർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഒരു റിലേഷനും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ സ്റ്റോറി ആലോചിച്ച് വെക്കാൻ ഐ ഹാവ് മെയ്ഡ് ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ഗുഡ് ആൻഡ് ക്രെഡിറ്റ് ഈസ് ഈക്വൽ ടു ബാഡ്. നൗ വി ഹാവ് ടീം അസറ്റ് ആൻഡ് ടീം ലയബിലിറ്റി. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ നോക്കുക, ശ്രദ്ധിക്കാൻ നിങ്ങൾ. ടീം അസറ്റിന് കഴിഞ്ഞിട്ട് യു ക്യാൻ സീ ആൻ ആരോ ദെയർ. അപ്പോൾ ഈ ആരോ മുകളിലേക്ക് പോകുന്ന ആരോ, ദാറ്റ്സ് എൻ ഇൻക്രീസ്. മേലോട്ട് പോവാണ്, അവിടെ മുകളിലേക്ക് പോവാണ്. താഴോട്ട് വരുന്നതാണ് ഡിക്രീസ്. ഓക്കെ, ശ്രദ്ധിക്കാം. മുകളിലേക്ക് പോകുന്നതാണ് ഇൻക്രീസ്, താഴോട്ട് വരുന്നത് ഡിക്രീസ്. ഓക്കെ, ഇത് ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എഴുതി വെച്ച സെൻറ്റൻസിനെ അക്കൗണ്ടിങ് ഫോർമാറ്റിലേക്ക് ആക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഇൻക്രീസും ഡിക്രീസും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നതാണ് ഡെബിറ്റും ക്രെഡിറ്റും. ഓക്കെ, നല്ല മനസ്സിലാക്കിയേക്കാം. ഡെബിറ്റ്, ക്രെഡിറ്റ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്. എങ്ങനെ ഈ ഡെബിറ്റ് വരുന്നു ശ്രദ്ധിക്കാം. ടീം ആസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. ഇത് കാണാതെ പഠിച്ചു വെക്കണ്ട. ഐ ഹാവ് എ സ്റ്റോറി. യു ക്യാൻ സീ ദ Audi R8 ദർ. നിങ്ങൾക്ക് കാണാം R8. സപ്പോസ് നിങ്ങളൊരു R8 വാങ്ങി. നിങ്ങളുടെ അടുത്തൊരു R8 ഉണ്ട്, അല്ല നിങ്ങൾ പുതിയതായി ഒരു R8 വാങ്ങി. ഒരു R8 Audi നിങ്ങൾ വാങ്ങുന്നത് ഈസ് എ ഗുഡ് തിങ് ഓർ എ ബാഡ് തിങ്? എപ്പോഴും ആലോചിക്കുക. ഒരു R8 നിങ്ങൾ വാങ്ങാന്ന് പറഞ്ഞാൽ റെയറായിട്ട് R8 ഇന്ത്യയിൽ ഉണ്ടാവുള്ളൂ. നിങ്ങളതിൻ്റെ ഒരു ഓണർ ആവുന്നു, നിങ്ങളൊരു അസറ്റ് വാങ്ങുന്നു. ഓക്കെ, നിങ്ങളത് വാങ്ങുന്നത് ഗുഡ് തിങ് ആണോ ബാഡ് തിങ്ങോ? ദാറ്റ്സ് ഡെഫിനറ്റ്ലി എ ഗുഡ് തിങ്. R8 വാങ്ങാന്ന് പറയുന്നത് ഗുഡാണ്. ഗുഡ് ഇൻ ദ സ്റ്റോറി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോറിയിൽ നോക്കുക, ഗുഡ് എന്താ അവിടെ? ഡെബിറ്റ്. അപ്പോൾ R8 വാങ്ങുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പം നമ്മുടെ അസറ്റ് കൂടുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്. ഹിയർ ഈസ് ഡെബിറ്റ്. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കാം മക്കളെ, നന്നായി ശ്രദ്ധിക്കാം. ഗുഡ്, ബാഡ്. ആരൊക്കെ ഗുഡ്? ഡെബിറ്റ് ഗുഡ്, ക്രെഡിറ്റ് ബാഡ്. നിങ്ങളൊരു R8 വാങ്ങുന്നു. R8 വാങ്ങുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്. ഗുഡ് തിങ് ഹിയർ ഈസ് ഡെബിറ്റ്. നൗ ഇമാജിൻ ഈ R8 കള്ളം കട്ടുകൊണ്ടുപോയി, ഓർ ഇറ്റ് ഹാസ് ബീൻ സ്റ്റോളൻ ബൈ സമൺ. അത് പോയി, അല്ലെങ്കിൽ അത് നശിച്ചു പോയി. R8 ഗുഡ് തിങ് ആണോ? നോ, ദ ബാഡ് തിങ് ഹിയർ. ഏതാ അവിടെ ബാഡ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാഡ് തിങ് ഈസ് ക്രെഡിറ്റ്. അപ്പോൾ R8 പോയി, അല്ലെങ്കിൽ അസറ്റ് പോയി, ടീം അസറ്റ് പോയി എന്ന് പറഞ്ഞാൽ ബാഡ് തിങ് ക്രെഡിറ്റ്. അപ്പം നല്ലോണം ആലോചിക്കുക. ഐ റിപ്പീറ്റ് അഗെയിൻ. എക്സാമ്പിൾ ഇസ് Audi R8. Audi ആണുള്ളത്. നിങ്ങളൊരു R8 വാങ്ങുന്നു, ടീം അസറ്റിലുള്ളതാണ് Audi R8 വാങ്ങുന്നത്. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഗുഡ് ഇൻ ദ സ്റ്റോറി ഇസ് ഡെബിറ്റ്. ആ R8 കള്ളം കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബാഡ് തിങ്.
bad thing is credit. അപ്പോൾ നിങ്ങൾക്ക് കാണാം asset increase ചെയ്ത് debit, decrease credit. What was the example? Audi R8. R8 ഇങ്ങനെ ആലോചിക്കുക നിങ്ങൾ, you purchase an R8, it's a good thing. Good thing is debit. It has been stolen by someone, it's a bad thing. Bad thing is credit. പഠിച്ചല്ലോ, വെരി സിമ്പിൾ ആണ്, മറക്കരുത്. വേറെ കുറേ ഒന്നും പഠിച്ചു നോക്കണ്ട. ടീം ആസറ്റിന്റെ കേസ് പഠിച്ചു. ഹു വാസ് ദി എക്സാമ്പിൾ ഹിയർ? ഇറ്റ് വാസ് ദി Audi R8. ഓക്കെ, നൗ കംസ് ദ സെക്കൻഡ് പേഴ്സൺ, ലയബിലിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം ലയബിലിറ്റി. നിങ്ങൾക്ക് രണ്ട് ബ്യൂട്ടിഫുൾ ആളുകളെ കാണാം. ഒരാളെ പിക്ചറിൽ നോക്കാം, ഹീ ഈസ് സോ ഫ്രസ്ട്രേറ്റഡ്. എന്തോ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടി ഉള്ള പോലെ ഉണ്ട്. ആൻഡ് ദി അതർ പേഴ്സൺ, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ബ്യൂട്ടിഫുൾ പേഴ്സൺ ഈസ് സിറ്റിംഗ് ദെയർ ആൻഡ് ഹീ ഈസ് സോ കൂൾ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇയാളെ ഫ്രസ്ട്രേഷൻ്റെ കാരണം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി ടീം ലയബിലിറ്റീൻ്റെ സ്റ്റോറിയാണ്. ഇറ്റ്സ് എ ടീം ലയബിലിറ്റി സ്റ്റോറി. റൈറ്റ്, ടീം ലയബിലിറ്റീൻ്റെ സ്റ്റോറി നമുക്ക് നോക്കാം. ഈ പേഴ്സൺ, ദ ഫ്രസ്ട്രേറ്റഡ് പേഴ്സൺ, ദ ഫസ്റ്റ് പേഴ്സൺ, ഇയാൾ ഇപ്പുറത്താക്ക് ഒരു 50 lakhs കൊടുക്കാണ്ട് വിചാരിക്കാം. ഓക്കെ, എത്ര കൊടുക്കാനുള്ളത്? 50 lakh. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളാണ് ഈ പേഴ്സൺ വിചാരിക്കുക, ഈ ഫ്രസ്ട്രേറ്റഡ് പേഴ്സൺ നിങ്ങളാണ്. ഒരാൾക്ക് 50 lakhs കൊടുക്കാണ്ട്, നല്ല കാര്യമാണത്? നോ വേ, ഇതൊരിക്കലും നല്ല കാര്യമല്ല. കാരണം നമുക്കൊരു 50 lakh കൊടുക്കാനുള്ളത്, ദാറ്റ്സ് എ ഹെഡേക്ക്. കൊടുക്കാനുണ്ട്, ദാറ്റ്സ് എ ലയബിലിറ്റി. നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ടീം ലയബിലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. കൊടുക്കാനുണ്ട്, ദാറ്റ്സ് എ ബാഡ് തിങ്. ബാഡ് ഇവിടെ എന്താ? ബാക്കോട്ട് പോവാണ് ഞാൻ. ബാഡ് ഇസ് ക്രെഡിറ്റ്. ഓക്കെ, നൗ കൂടിയ ലയബിലിറ്റി കൂടി, കൊടുക്കാനുണ്ട്, ദാറ്റ്സ് എ ലയബിലിറ്റി. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു, ഇറ്റ്സ് എ ബാഡ് തിങ്. ഹിയർ കംസ് ദ ബാഡ് ഇസ് ക്രെഡിറ്റ്. നമുക്ക് പിന്നുള്ളത് കുറയുന്നു. ഓക്കെ, ടീം ലയബിലിറ്റിയുടെ കുറഞ്ഞു. ഈ സെയിം പേഴ്സൺ, 2 persons അതെ, ഇപ്പം രണ്ടാളും നിങ്ങൾക്ക് കാണാം. ഇനി ഈ ആൾ പറയാണ്, ആ ക്യാഷ് തരണ്ട, നിങ്ങൾക്ക് ഇനി ബാധ്യത ഇല്ല. ദാറ്റ്സ് എ ഹാപ്പി തിങ് ടു ഹിയർ. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഗുഡ് തിങ് എന്താ അവിടെ? ഡെബിറ്റ്. അപ്പോൾ ഒന്നും കൂടെ ആലോചിക്കുക, കൊടുക്കാനുള്ള ലയബിലിറ്റി കൂടെ 50 lakh ഒരാൾക്ക് കൊടുക്കാനുണ്ട്. ദാറ്റ്സ് എ വെരി ബാഡ് തിങ്. ബാഡ് ഇൻ ദ സ്റ്റോറി ഇസ് ക്രെഡിറ്റ്. ആൻഡ് ഇവിടെ അത് തരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ലയബിലിറ്റി പോയി എന്ന് പറഞ്ഞാലോ, ദാറ്റ് ഈസ് എ ഗുഡ് തിങ്, ദാറ്റ് ഈസ് ഡെബിറ്റ്. അപ്പോൾ നമ്മൾ ടീം ആസറ്റിൻ്റെയും പഠിച്ചു, ടീം ലയബിലിറ്റീൻ്റെയും പഠിച്ചു. ടീം ആസറ്റ് ആരൊക്കെ ആയിരുന്നു? ആസറ്റും എക്സ്പെൻസും. ടീം ലയബിലിറ്റിയിൽ ആരൊക്കെ ഉണ്ട്? ലയബിലിറ്റി, ഇൻകം, ക്രെഡിറ്റ്, LIC. ഇപ്പോൾ പറഞ്ഞ അവസ്ഥയിൽ നമ്മൾ ടീം ആസറ്റിൽ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ കേസ് സെയിം ആണ്. ടീം ലയബിലിറ്റിയിൽ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ കേസ് സെയിം. ഈ പഠിച്ചത് ഞാൻ ഒരു എക്സാമ്പിളിലേക്ക് ആക്കി തരാം. നിങ്ങളിപ്പോൾ പഠിച്ചത് ഫുൾ നമ്മളൊരു എക്സാമ്പിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഒന്നും കൂടെ ആലോചിക്കുക. ഗുഡ്, ബാഡ്, ഡെബിറ്റ്, ക്രെഡിറ്റ്. സ്റ്റോറി ആലോചിക്കുക, റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടെ കാണാം. ടീം ആസറ്റിൻ്റെ സ്റ്റോറി ഞാൻ ആലോചിച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞത്, ദാറ്റ് ഇസ് Audi R8 നിങ്ങൾ വാങ്ങുന്നു, R8 കള്ളം കട്ട് കൊണ്ടുപോകുന്നു. ഇതോ ലയബിലിറ്റി, 50 lakh ഒരാൾക്ക് കൊടുക്കാനുണ്ട്, അയാൾ വേണ്ട എന്ന് പറയുന്നു. ഗുഡ് തിങ്, ബാഡ് തിങ്, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച തിയറീസിനൊക്കെ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാം? വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് ഇൻ ടു എ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പഠിക്കണം, കാരണം പ്രോബ്ലം പേപ്പറാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം തിയറിയൊക്കെ ഒന്ന് കുറച്ച് പഠിച്ചു. പിന്നെ അങ്ങോട്ട് ആലോചിക്കാം, നമ്മൾ പഠിക്കേണ്ട ഒരു മെയിൻ തിങ് കൂടെ ഉണ്ട് ജേർണൽ പഠിക്കുന്നത് തൊട്ട് മുമ്പേ. ദർ ഇസ് വൺ മോർ തിങ് ടു ലിസൺ ഓർ യു നീഡ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. എന്താണത്? നമ്മൾ ഇനി മുതലൊരു കമ്പനിയാണ്. സോ വാട്ട് ഇസ് എ കമ്പനി? അപ്പോൾ കമ്പനി തൽക്കാലം ആലോചിച്ച് നോക്കുക. എ കമ്പനി, നമ്മൾ നേരത്തെ എക്സാമ്പിളിലൊക്കെ പിക്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്പനിയാണ് വിചാരിക്കുക. ആൻഡ് ഇറ്റ് ഹാസ് ആൻ ഓണർ ആസ് വെൽ. ഓണറും ഉണ്ട്, കമ്പനി. ഇത് രണ്ടും രണ്ടാളുകളാണ്. ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുക, ഓണറിൻ്റെതാണ് കമ്പനി, പക്ഷേ കമ്പനി വേറെ തന്നെ ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. മനസ്സിലാക്കിയേക്കുക, ഓണറും കമ്പനിയും രണ്ടും രണ്ടാളുകളാണ്. കമ്പനി ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അത് ഏത് കോൺസെപ്റ്റ് ആസ്പെക്റ്റിൽ വരുന്നതൊക്കെ നമുക്ക് തിയറി പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ഇത് മാത്രം മനസ്സിലാക്കി വെക്കാം. കമ്പനി ഈസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. കമ്പനി വേറെ തന്നെ ഒരാളാണ്, ഓണർ വേറെ തന്നെ ആളാണ്. രണ്ടും രണ്ടാളുകളാണ്. നമ്മൾ ഓണറാണോ കമ്പനിയാണോ എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഓണറല്ല. വി ആർ ഗോയിങ് ടു ബി ദ കമ്പനി. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴും വി ആർ ദ കമ്പനി. ഒന്നുകൂടെ ഐ റിപ്പീറ്റ് അഗൈൻ, വി ആർ ദ കമ്പനി. കമ്പനി ഈസ് എ ഡിഫറെൻറ്റ് ലീഗൽ എൻറ്റിറ്റി. അപ്പോൾ നമ്മൾ കമ്പനിയാണ്, നമ്മൾ കമ്പനി ആയിട്ടാണ് ആലോചിക്കേണ്ടത്. ഇനി എങ്ങനെ ഇത് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം? അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യന് മുമ്പേ ജേർണൽ എൻട്രിയുടെ ഒരു ഫോമാറ്റ്, യു ക്യാൻ സീ ദാറ്റ്. ഫോമാറ്റിൽ ശ്രദ്ധിക്കാം, ദർ ഇസ് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, LF മീൻസ് ലെറ്റർ ഫോളിയോ, amount for debit, amount for credit. Every debit is equal to credit. That's what the double entry system is. ഫോമാറ്റ് എന്താക്കാൻ പോകാം? നമ്മൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് എഴുതി വെക്കുന്നതിനെ നമ്മൾ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇനി ഇതിലേക്കാക്കി മാറ്റാൻ പോവാണ്, ഒരു ഫോമാറ്റ് ആക്കി മാറ്റാൻ പോകണം. ഓക്കെ, ഇതാണ് ഫോമാറ്റ്. ശ്രദ്ധിക്കുക, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF മീൻസ് ലെറ്റർ ഫോളിയോ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ, ഓരോ ട്രാൻസാക്ഷൻ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ ലെവൽ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ജേർണൽ എൻട്രീസ് ആണ് ലെവൽ 1. നോക്കാം, ഫസ്റ്റ് വൺ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്.
ഏറ്റവും ആദ്യത്തെ the first and the foremost entry every accounting student studies is started business with cash. Question ഇതാണ്. This is an English sentence. Started business with cash. നമ്മൾ ഇതിനെ അക്കൗണ്ടിങ് ആക്കുമ്പോൾ ഒരു ഡെബിറ്റും വേണം ഒരു ക്രെഡിറ്റും വേണം. ഓക്കെ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷിന് എന്തൊക്കെ വേണം? ഇറ്റ് നീഡ്സ് എ ഡെബിറ്റ് ആൻഡ് എ ക്രെഡിറ്റ്. അപ്പോൾ ആരൊക്കെയാണ് ഡെബിറ്റ് ആരൊക്കെയാണ് ക്രെഡിറ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താ അതിൻ്റെ മീനിങ്? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. നമ്മളൊരു കമ്പനിയാണ്, വി ആർ ദ കമ്പനി. അപ്പോൾ കമ്പനിയിലേക്ക് ആര് ക്യാഷ് കൊണ്ടുവന്നു? ഹൂ ബ്രിങ്സ് ദ ക്യാഷ് ഇൻ ടു ദ കമ്പനി? ദി ഓണർ ബ്രിങ്സ് ദ ക്യാഷ്. അപ്പോൾ നമ്മൾ കമ്പനിയാണ്, വി ആർ ദ കമ്പനി. നമുക്ക് എന്ത് കിട്ടുന്നു? ക്യാഷ് കിട്ടുന്നു. ക്യാഷ് ആസറ്റ് ആണോ, എക്സ്പെൻസ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ, ക്യാപിറ്റൽ ആണോ? നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ട് ക്യാഷ് ഇറ്റ്സ് എൻ ആസറ്റ്, ഇറ്റ്സ് ദ റിസോഴ്സ് ഓഫ് ദി കമ്പനി. ക്യാഷ് എന്താണ്? ആസറ്റ് ആണ്. നമുക്ക് ക്യാഷ് കിട്ടി. ഓക്കെ, ക്യാഷ് ഒരു അസറ്റാണ്. അസറ്റ് ടീമിൽ നമ്മൾ ഇൻക്രീസ് ചെയ്ത് എന്തായിരുന്നു? ഇറ്റ് വാസ് ഗുഡ്. ODR റേറ്റിൻ്റെ എക്സാമ്പിൾ ആലോചിക്കുക. ഗുഡ് ആയിരുന്നു. ഗുഡ് എന്തായിരുന്നു? ഡെബിറ്റ്. അപ്പോൾ ഇവിടെ ക്യാഷ് എന്തായി? നമുക്ക് ഡെബിറ്റായി. ഒന്നും കൂടെ ആലോചിക്കുക. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാൽ ഓണർ ബ്രോട്ട് ദ ക്യാഷ്. ഓണർ ക്യാഷ് കൊണ്ടുവന്നു കമ്പനിയിലേക്ക്. വി ആർ ദ കമ്പനി. നമുക്ക് ക്യാഷ് കിട്ടി. ക്യാഷ് കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ് ഇൻക്രീസ് ചെയ്തു. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുക? ഡെബിറ്റ് ചെയ്യും. നമ്മളിതിൽ മുമ്പ് പഠിച്ചു OD എക്സാമ്പിൾ വെച്ച് ടീം ആസറ്റിൻ്റെ കേസ്. ഓക്കെ, ആസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾ ജേർണലിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആൻഡ് ഇതാക്കി തരാം. ഇറ്റ്സ് ദ ഫസ്റ്റ് ജേർണൽ. ശ്രദ്ധിക്കുക, ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡേറ്റ ടു ക്യാപിറ്റൽ. ഇൻഫാക്ട് ക്യാഷ് അക്കൗണ്ട് ഡേറ്റർ ആദ്യത്തെ മാത്രം പഠിക്കാം നമുക്ക്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ഇപ്പം നോക്കാം, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. TR ഡെബിറ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. എങ്ങനെ അത് വന്നിരുന്നത്? നമുക്ക് അസറ്റ് കൂടി. ഏത് അസറ്റാണ് ഇൻക്രീസ് ചെയ്തത്? ക്യാഷ് എന്ന അസറ്റ്. ഏത് അസറ്റാണോ ഇൻക്രീസ് ചെയ്തത് അതിൻ്റെ നെയിം കാണിക്കുക, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ, എവറി ഡെബിറ്റ് ഹാസ് എ ക്രെഡിറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ആരാ ക്രെഡിറ്റ് ചെയ്യുക? നമ്മൾ നേരത്തെ 5ാമത്തെ ആളായിട്ട് ഹെഡ് ഓഫ് ട്രാൻസാക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 5th പേഴ്സൺ ആരായിരുന്നു? ക്യാപിറ്റൽ. എന്താ ക്യാപിറ്റലിന് അർത്ഥം? ഓണർ ക്യാഷ് കൊണ്ടുവന്നു അല്ലേ? ഓണർ ക്യാഷ് കൊണ്ടുവന്നപ്പോൾ എന്ത് കിട്ടി? കമ്പനിക്ക് ക്യാഷ് കിട്ടി. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് അപ്പം തന്നെ എഴുതി വെച്ചു. ഇനി ഇതെന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഈ തിരിച്ചു കൊടുക്കാനോ ഈ കൊണ്ടുവന്നതാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ നമ്മൾ ടീം ലയബിലിറ്റി ഉള്ളതാണ്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണമായിരുന്നു? ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ യു ക്യാൻ സീ ക്യാപിറ്റൽ ക്രെഡിറ്റ്. എമൗണ്ട് 5,000. ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ്. അപ്പോൾ ഒരൊറ്റ ട്രാൻസാക്ഷന് ഡെബിറ്റും ഉണ്ടാവും ക്രെഡിറ്റും ഉണ്ടാവും. എന്താ ഇവിടെ ട്രാൻസാക്ഷൻ? വാട്ട് വാസ് ദ ട്രാൻസാക്ഷൻ ഹിയർ? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് വാസ് ദ ട്രാൻസാക്ഷൻ. അത് ഇംഗ്ലീഷ് വേർഡാണ്, ബിസിനസ് വിത്ത് ക്യാഷ്. അതിനെ അക്കൗണ്ടിങ് ഫോർമാറ്റിലേക്കാക്കി നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ക്യാഷ് കിട്ടിയപ്പോൾ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഡെബിറ്റിനൊരു എന്തും കൂടെ വേണം? ക്രെഡിറ്റ് വേണം. ക്രെഡിറ്റ് എന്താ അവിടെ? ക്യാപിറ്റൽ. ആ കൊണ്ടുവന്ന ക്യാഷിൻ്റെ പേരാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ്. സെക്കൻഡ് നമുക്ക് നോക്കാം. ഒന്നും കൂടെ നമ്മൾ ലെവൽ കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പഠിക്കും. Now comes the second question. Purchase goods for cash. Purchase goods for cash is an English sentence. ഈ ഇംഗ്ലീഷ് സെൻറ്റൻസിനെ നമ്മൾ എന്താക്കാൻ പോവാണ്? വി ആർ ടേക്കിംഗ് ദിസ് ഇൻ ടു ആൻ അക്കൗണ്ടിങ് ഫോർമാറ്റ്. അക്കൗണ്ടിങ് ഫോർമാറ്റിൽ എന്തൊക്കെ ഉണ്ട്? ഡെബിറ്റ്, ക്രെഡിറ്റ്. ആരവിടെ ഡെബിറ്റ്, ആരാ ക്രെഡിറ്റ് നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ്. നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. ശ്രദ്ധിക്കണേ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ കാണിക്കേണ്ടത്? പർച്ചേസ്. പർച്ചേസ് എന്ന് പറയുന്നത് നമുക്ക് ആസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ, ക്യാപിറ്റൽ ആണോ? ഈ 5 തിങ്സിൽ ആരാ പർച്ചേസ്? പർച്ചേസ് എന്ന് പറയുന്നത് അസറ്റ് അല്ല. എന്തായാലും അസറ്റ് നമ്മൾ സ്റ്റോക്കൊക്കെ എടുക്കാം, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ലയബിലിറ്റി അല്ല, എക്സ്പെൻസ്. നമ്മളൊരു സംഭവം പർച്ചേസ് ചെയ്യുന്നത് ഇറ്റ്സ് ആൻ എക്സ്പെൻസ് ഫോർ അസ്. എക്സ്പെൻസ് ഏത് ടീമിലുള്ളതാണ്? ടീം ലയബിലിറ്റി LIC. സോറി എക്സ്പെൻസ് അസറ്റ് ടീമിലുള്ളതാണ്, AE ടീമിലുള്ളതാണ്. അസറ്റ് ടീം ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണമായിരുന്നു? ഡെബിറ്റ് ചെയ്യണം അല്ലേ? നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്നു പറഞ്ഞാൽ പർച്ചേസ് ആസ് ഇൻക്രീസ്ഡ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡെബിറ്റ് ചെയ്യണം. നിങ്ങൾ കാണാം, പർച്ചേസ് ഡെബിറ്റ് ചെയ്തു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ? ഒന്നും കൂടെ ശ്രദ്ധിക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ് ഈസ് ആൻ എക്സ്പെൻസ്.
അപ്പോൾ നമ്മളൊരു സംഭവം പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് അസറ്റ്സ് അല്ലേ, അത് ഡിഫറെൻറ്റ് തിങ് ആണ്. ഗുഡ്സ് ഇവിടെ വേർഡ് എന്താണ് ശ്രദ്ധിക്കണം, ഗുഡ്സ്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിട്ട് അതിനെ കാണിക്കാം, നമ്മൾ പർച്ചേസ് ആയിട്ട് കാണിക്കും. പർച്ചേസ് ഈസ് ആൻ എക്സ്പെൻസ് ഫോർ us. നമ്മുടെ ഒരു എക്സ്പെൻസ് ആണ് പർച്ചേസ്. എക്സ്പെൻസ് അസറ്റ് ടീം ഉള്ളതാണ്. അസറ്റ് ടീം ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. സോ പർച്ചേസ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഓക്കെ, നൗ എല്ലാ ഡെബിറ്റിനും ഒരു ക്രെഡിറ്റ് വേണം അല്ലേ. നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്താൽ നമ്മുടെ കയ്യിൽ നിന്ന്, കമ്പനീൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോവും. ഓൾറൈറ്റ്, കറക്റ്റ് ആണല്ലോ. നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ ഡെബിറ്റ് ചെയ്തു. എന്തായിരിക്കും ഇതിൻ്റെ ക്രെഡിറ്റ്? പർച്ചേസ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി, വി ലോസ് ദ ക്യാഷ്. ക്യാഷ് പോയി. ക്യാഷ് പോയി എന്ന് പറഞ്ഞാൽ ക്യാഷ് കംസ് ഇൻ ടീം ആസറ്റ്. അത് കുറഞ്ഞു അല്ലേ. കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ടീം ആസറ്റ്, ആസറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ്. ഇവിടെ ക്യാഷിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ്. We can credit the cash. Okay, now once again I repeat this. Purchase goods for cash was the question. This is the second question, was purchase goods for cash. Goods cash ne purchase ചെയ്യുന്നു. So look at that, purchase goods for cash. അപ്പോൾ ക്യാഷിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ട്രാൻസാക്ഷൻ വേണം. വാട്ട് ഈസ് ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ? പർച്ചേസ്. പർച്ചേസ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഏത് ടീമിലാണ് വരിക? ടീം ആസറ്റിലെ വരിക എക്സ്പെൻസസ്. ടീം ആസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് ആണ് ഇവിടെ ടീം ആസറ്റിലുള്ളത്, എക്സ്പെൻസ് ആണ്, ആസറ്റ് ഡെബിറ്റ് ചെയ്തു. നെക്സ്റ്റ് തിങ് എന്താണ്? ഒരു ക്രെഡിറ്റ് വേണം. എല്ലാ ഡെബിറ്റിനും ഒരു ക്രെഡിറ്റ് വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? വി ലോസ് ദ ക്യാഷ്. ക്യാഷും അസറ്റ് ടീമിൽ വരുന്നതാണ്. ക്യാഷ് ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യുക. നമ്മളിവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമ്മൾ രണ്ട് ട്രാൻസാക്ഷൻ പഠിച്ചു. ഫസ്റ്റ് വൺ ട്രാൻസാക്ഷൻ വാസ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. സെക്കൻഡ് വൺ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. തേർഡ് വൺ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഓക്കെ, തേർഡ് ആണ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സെയിൽസ്. സെയിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതിൽ വരുന്നതാണ് സെയിൽസ്? സെയിൽസ് ആസറ്റ് അല്ല, ലയബിലിറ്റി അല്ല, എക്സ്പെൻസ് അല്ല, ഇൻകം അല്ലേ. നമ്മൾ സെയിൽസിൻ്റെ എക്സാമ്പിൾ ഒരാൾക്ക് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സെയിൽസ്. സെയിൽസ് നമുക്കൊരു ഇൻകം ആണ്. ഇൻകം വന്നാൽ ഏത് ഫാമിലിയിലുള്ളതാണ് ഇൻകം, അല്ലെങ്കിൽ ഏത് ടീമിലുള്ളതാണ്? ടീം ലയബിലിറ്റിയിലുള്ളതാണ് ഇൻകം. അത് ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യണം? അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഇവിടെ ഇൻകം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. സെയിൽസ് ക്യാൻ സി അല്ലേ. ക്രെഡിറ്റിന് ഡെബിറ്റ് ആണല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം സെയിൽ ചെയ്താൽ വി ഗെറ്റ് വാട്ട്? വി ഗെറ്റ് ക്യാഷ്. ക്യാഷ് കിട്ടി. ക്യാഷ് ഏത് ടീമില്ല? ടീം ആസറ്റ്. ആസറ്റ് ആണ്. ആസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് ഇവിടെ ഇൻക്രീസ് ചെയ്തു. ഒരാൾ നമ്മളൊരു സംഭവം സെയിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് എന്ത് കിട്ടി? വി ഗോട്ട് ദ ക്യാഷ്. സോ വി ഡെബിറ്റ് ദ ക്യാഷ്. നമുക്ക് സെയിൽസ് എന്ന് പറയുന്നത് നമുക്കൊരു ഇൻകമാണ്. ഇൻകം നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇൻകം കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. സോ നമുക്ക് ക്യാഷ് കിട്ടി, നമ്മൾ ഡെബിറ്റ് ചെയ്തു, ഇൻകം ക്രെഡിറ്റ് ചെയ്തു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. ദിസ് ഇസ് വെരി ഈസി. ഡിഫിക്കൽട്ട് ഒന്നും ആക്കി വെക്കരുത്. വെരി സിമ്പിളായിട്ട് ആലോചിക്കുക. സ്റ്റോറി വാസ് ദ എവറി ഡെബിറ്റ് ഹാസ് എ ക്രെഡിറ്റ്. ടീം ആസറ്റ്, ടീം ലയബിലിറ്റി, ആരൊക്കെ അതിൽ വരിക എന്നുള്ളത് ആലോചിക്കുക. ഇവിടെ എന്താ വന്നത്? നമ്മൾ വാട്ട് വാസ് ദ ക്വസ്റ്റ്യൻ ഓൾ അബൌട്ട്? ദ ക്വസ്റ്റ്യൻ വാസ് ഓൾ അബൌട്ട് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് മീൻസ് വാട്ട്? യു സോൾഡ് സംതിങ് ഫോർ ക്യാഷ്. അപ്പം നിങ്ങൾ സെൽ ചെയ്തു, യു ഗോട്ട് വാട്ട്? ക്യാഷ് കിട്ടി. ക്യാഷ് കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. നൗ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. നേരത്തെ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ ക്രെഡിറ്റിന് പകരം ടു എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. ഓക്കെ, ദാറ്റ്സ് എ ഫോർമാറ്റ് ടു. അപ്പോൾ ഇവിടെ ഞാൻ തേർഡ് വണ്ണിൽ കാണിച്ചിട്ടുണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. വെരി സിമ്പിൾ. എന്തുകൊണ്ടാണ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്? ക്യാഷ് കിട്ടി, നമ്മൾ സെയിൽ ചെയ്തപ്പോൾ സെയിൽ വാസ് എൻ ഇൻകം. ഇൻകം കൂടിയാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? സെയിൽസിന് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് കിട്ടി, ആസറ്റ് ആണ്. ആസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ക്യാഷ് എന്ന ആസറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഓക്കെ, കിട്ടിയല്ലോ? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നൗ കംസ് ദ ഫോർത്ത് വൺ, റെന്റ് പെയ്ഡ്. റെന്റ്. ഓക്കെ, ഇംഗ്ലീഷ് വേർഡാണ്. ഡെബിറ്റും ക്രെഡിറ്റും ആക്കണം. റെന്റ് പെയ്ഡ്. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കുക. റെന്റ് അസറ്റ് ആണോ? അല്ല. ലയബിലിറ്റി ആണോ? അല്ല. എക്സ്പെൻസ് ആണോ? യെസ്. റെന്റ് നമ്മൾ എന്തായാലും കൊടുക്കേണ്ട ഒരു എക്സ്പെൻസ് ആണല്ലേ. റെന്റ് നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മൾ കൊടുക്കുന്നതാണ് റെന്റ്. എക്സ്പെൻസ്. എക്സ്പെൻസ് അസറ്റ് ടീമുള്ളതാണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പം നിങ്ങളെടുക്കുക റെന്റ്. റെന്റ് എക്സ്പെൻസ് ആണ്. റെന്റിന് നമ്മൾ എന്ത് ചെയ്തു? വി ഡെബിറ്റഡ് ദ റെന്റ്. റെന്റ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ റെന്റ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് വന്നപ്പോൾ ഡെബിറ്റ് ചെയ്തു. നമ്മൾ റെന്റ് കൊടുത്തു പറഞ്ഞാൽ വി ലോസ് ദ ക്യാഷ്. ക്യാഷ് പോയി. ക്യാഷ് പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വെൻ വി ലൂസ് ദ ക്യാഷ്, ക്യാഷ് ആസറ്റ് ആണ്. ആസറ്റ് ഡിക്രീസ് ചെയ്ത് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റിൻ്റെ ആണ് ടു. ദാറ്റ്സ് ദ ക്യാഷ് ഹിയർ.
ഓക്കെ, റെന്റ് ഇസ് ആൻ എക്സ്പെൻസ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അത് ക്യാഷ് കൊടുത്തപ്പോഴോ ക്യാഷ് പോയി, അസറ്റ് കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഓൾറൈറ്റ്. നമ്മൾ നോക്കാം അപ്പോൾ ഏതൊക്കെ ട്രാൻസാക്ഷൻ പഠിച്ചു നമ്മൾ. ഫസ്റ്റ് 3 ട്രാൻസാക്ഷൻ ആൻഡ് ദ ഫോർത്ത് ആസ് വെൽ. അസറ്റ് വന്ന് പഠിച്ചു, ലയബിലിറ്റി പഠിച്ചു, എക്സ്പെൻസ് പഠിച്ചു, ഇൻകം പഠിച്ചു. ഓക്കെ, ഇനി ഇതിലൊക്കെ നിങ്ങൾ ട്രാൻസാക്ഷനിൽ ഫസ്റ്റ് തന്നെ നോക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇതെന്താ സാർ പറയാഞ്ഞത് അല്ലേ? ആ ചെറിയ സംഭവത്തിനെ വി കോൾ ദാറ്റ് നറേഷൻ. എന്താ അതിന് പറയാം നമ്മൾ? നറേഷൻ. യു ക്യാൻ സീ ദാറ്റ്. നിങ്ങൾ അവിടെ നോക്കുക, യു ക്യാൻ സീ ദാറ്റ് നറേഷൻ. നറേഷൻ എന്താ വെച്ചാൽ ട്രാൻസാക്ഷനിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ അതുപോലെ എഴുതി വെക്കുക. സോ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞു ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റർ. അതെന്തായിരുന്നു? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ആ ക്വസ്റ്റ്യൻ നേരെ എഴുതി വെച്ചാൽ മതി. പണ്ട് പഠിക്കുന്ന സമയത്ത് ബീയിങ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റഡ് ടു എന്നൊക്കെ പറഞ്ഞ് കുറേ എഴുതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എവറി കമ്പനി ഡസ് നോട്ട് കൺസിഡർ ദാറ്റ്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അത് ജസ്റ്റ് എന്താണോ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയൊക്കെ. നറേഷൻ ഇസ് എ മസ്റ്റ് ഫോർ എവറി എക്സാം. ഏത് എക്സാം, +1 +2 CMA CA ACC എന്ത് എക്സാമിനും വി നീഡ് ദി നറേഷൻ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യനിൽ നറേഷൻ എഴുതുന്നതിൻ്റെ ഒരു ഫോമാറ്റ് ഉണ്ടല്ലോ, നിങ്ങളെ ഒരു ബ്രാക്കറ്റിൽ എഴുതുക, നിങ്ങളതിനെ ബ്രാക്കറ്റിൽ ഇട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നോക്കാം. നമ്മൾ റെൻറ്റ് പെയ്ഡ് എടുത്തു. നെക്സ്റ്റ് തിങ് ഇസ് സാലറി പെയ്ഡ്. സാലറി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, സാലറി അസറ്റ് ആണോ? നോ. ലയബിലിറ്റി? നോ. എക്സ്പെൻസ്? യെസ്. സാലറി ഈസ് എക്സ്പെൻസ്. നമ്മൾ പേ ചെയ്യുന്നതാണ് സാലറി. കമ്പനി സാലറി പേ ചെയ്യുക അല്ലേ? സാലറി എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സാലറി അപ്പോൾ എന്ത് ചെയ്യുക അവിടെ? വി ഡെബിറ്റ് ദ സാലറി ഹിയർ. സാലറി കൊടുത്താൽ നമ്മൾ കമ്പനിയാണ്, അഗെയിൻ കമ്പനി സാലറി കൊടുത്താൽ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ക്യാഷ് ഡിക്രീസ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം ടു ക്യാഷ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഒന്നും കൂടെ ആലോചിക്കുക. സാലറി വാസ് ആൻ എക്സ്പെൻസ്. എക്സ്പെൻസ് കൂടെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഇപ്പോഴും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റുഡൻസ് നോക്കും, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ആവും സാർ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഗോ ബാക്ക് ടു ദ ബേസിക്സ്. നമ്മൾ 2 ടീമാക്കി തിരിച്ചിട്ടുണ്ട്. അസറ്റും എക്സ്പെൻസും ഒരു ടീമായിരുന്നു. അസറ്റ് ചെയ്യുന്നതൊക്കെ എക്സ്പെൻസിനും ചെയ്യും. പിന്നെ നമ്മുടെ ഡെബിറ്റും ക്രെഡിറ്റും, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, ഈ 3 ആൾക്കും സെയിം ആയിട്ടാണ് ഇതുണ്ടാവുക. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് സ്റ്റേഷനറി പെയ്ഡ്. സ്റ്റേഷനറി നമ്മുടെ സിമ്പിൾ സ്റ്റേഷനറി ആണ്. ദാറ്റ്സ് എൻ എക്സ്പെൻസ് ഫോർ അസ്. സ്റ്റേഷനറി പെയ്ഡ് എന്തായിരിക്കും? അപ്പോൾ സ്റ്റേഷനറി പെയ്ഡ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടെ എന്ത് ചെയ്യും? നമ്മളതിനെ വി ഡെബിറ്റ് ദാറ്റ്. അത് പേ ചെയ്താൽ ക്യാഷ് പോവും. സോ ക്രെഡിറ്റിൽ ക്യാഷ്. നൗ നെക്സ്റ്റ് വാട്ട് ഡു വി ഹാവ്? വി ഹാവ് ബോട്ട് ഫേർണിച്ചർ ഫോർ ക്യാഷ്. അസറ്റ് വന്നു. ഓക്കെ, അസറ്റ് പർച്ചേസ് ചെയ്താൽ അസറ്റിൻ്റെ പേര് കാണിക്കണം. എന്താണ്? അസറ്റ് പർച്ചേസ് ചെയ്താൽ അസറ്റിൻ്റെ പേര് കാണിക്കണം. അസറ്റ് സെയിൽ ചെയ്താലോ അസറ്റിൻ്റെ പേര്. നേരത്തെ നമ്മൾ ഗുഡ്സ് പർച്ചേസും സെയിലും ചെയ്തപ്പോൾ നമ്മൾ പർച്ചേസ് സെയിൽ, ദാറ്റ് വാസ് ഗുഡ്സ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഗുഡ്സ് ആൻഡ് എൻ അസറ്റ്? ഓക്കെ, മനസ്സിലാക്കി തരാം. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റീസെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഗുഡ്സ് എന്ന് പറയാം. അസറ്റ് എന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ ലോങ് ടേം ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ഗുഡ്സ് എന്ന് വെച്ചാൽ സ്റ്റോക്ക്. സ്റ്റോക്ക് ഈസ് എ കൈൻഡ് ഓഫ് അസറ്റും കൂടാണ്, പക്ഷേ അത് നമ്മളിങ്ങനെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ അസറ്റും ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ ഗുഡ്സിൻ്റെ പേരിലല്ല, പർച്ചേസിൻ്റെ അക്കൗണ്ട് കാണിക്കുക. അസറ്റ് പർച്ചേസ് ചെയ്താലോ അസറ്റിൻ്റെ പേരിൽ. ഗുഡ്സ് സെയിൽ ചെയ്താൽ എന്ത് കാണിക്കണം? സെയിൽ കാണിക്കണം. അസറ്റ് ചെയ്തില്ല അസറ്റ്. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത്? ക്വസ്റ്റ്യനിൽ ബോട്ട് ഫേർണിച്ചർ. ഫേർണിച്ചർ ഒരു അസറ്റാണ്. ക്യാഷിന് വാങ്ങി അല്ലേ? ഫേർണിച്ചർ അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യുക? നമ്മളതിനെ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. നമ്മളതിന് എന്ത് ചെയ്യുന്നു? വി ഡെബിറ്റ് ദ ഫേർണിച്ചർ. ഫേർണിച്ചർ അസറ്റാണ്. അസറ്റ് കൂടി നമ്മളതിന് എന്ത് ചെയ്തു? ഡെബിറ്റ്. ഓക്കെ, ഇനി ഈ ഫേർണിച്ചർ നമ്മൾ എന്ത് കൊടുത്തിട്ടാണ് വാങ്ങിയത്? നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ക്യാഷ് പോയിട്ടുണ്ടല്ലോ. ക്യാഷ് ഹാസ് ലോസ്റ്റ്. ക്യാഷ് പോയാൽ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളെ ഓട്ടോമാറ്റിക്കായി നിങ്ങളിങ്ങനെ കയറി വരുന്നുണ്ടാവും. ഇറ്റ്സ് വെരി സിമ്പിൾ. ഫേർണിച്ചറാണ് വാങ്ങിയിട്ടുള്ളത്. അഗെയിൻ ആലോചിക്കുക, അസറ്റ് വാങ്ങിയാൽ അസറ്റ് പേര് കാണിക്കണം, അസറ്റ് വിറ്റാലും അസറ്റിൻ്റെ പേര് കാണിക്കണം. ഓക്കെ, ഫേർണിച്ചറാണ് ഇവിടെ നമ്മളിവിടെ. ഐ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ അഗെയിൻ. നോക്കുക, ബോട്ട് ഫേർണിച്ചർ ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്ത് ഫേർണിച്ചർ വാങ്ങി. ദാറ്റ്സ് ദ മീനിങ് ഓഫ് ദാറ്റ് സെൻറ്റൻസ്. വി നീഡ് എ ഡെബിറ്റ് ആൻഡ് എ ക്രെഡിറ്റ്. ആരവിടെ ഡെബിറ്റ്? ഫേർണിച്ചർ വാങ്ങി എന്ന് പറഞ്ഞാൽ വി ഗോട്ട് ദ ഫേർണിച്ചർ. നോക്കുക, ഫേർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ്. ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിയത്. ക്യാഷ് പോയി ടു ക്യാഷ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബോട്ട് മെഷീനറി ഫോർ ക്യാഷ്. ഫേർണിച്ചർ പോലെ തന്നെ മെഷീനറി. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. മെഷീനറി ഇസ് എൻ അസറ്റ്. അസറ്റ് ഇൻക്രീസ് ചെയ്തു, ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് പോയി, ക്രെഡിറ്റ് ചെയ്യുക. ഡെബിറ്റ് ക്രെഡിറ്റ്, മെഷീൻ ക്യാഷ്. അപ്പോൾ നോക്കാം നമുക്ക് വാട്ട് വിൽ ബി ദി ആൻസർ. മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ്,
to cash. Machinery account debit to cash machinery. And the last transaction of the simple question, received commission. Right? Commission ആണ് റിസീവ് ചെയ്തത്. കമ്മീഷൻ നമ്മുടെ ഒരു ഇൻകം ആണ്. ഓക്കെ, കമ്മീഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ ക്യാഷ് കിട്ടി. കമ്മീഷൻ നമുക്കൊരാൾ കമ്മീഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ക്യാഷ്. ക്യാഷ് ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ്. We debit the cash and കമ്മീഷൻ ഒരു ഇൻകം ആണ്. ഇൻകം വന്നാൽ എന്ത് ചെയ്യണം? നമ്മളത് ഇൻകം കൂടി എന്ത് ചെയ്യണം? വി ക്രെഡിറ്റ് ടു കമ്മീഷൻ. കമ്മീഷൻ ഈസ് ആൻ ഇൻകം. റിസീവ് ചെയ്ത കമ്മീഷൻ ഇൻകം ആണ്, പേ ചെയ്ത കമ്മീഷൻ എക്സ്പെൻസ് ആണ്. ഇവിടെ എന്താ ചെയ്ത്? റിസീവ് ചെയ്തതാണ്. നമുക്കൊരാൾ കമ്മീഷൻ തന്നു. ഫോർ എക്സാമ്പിൾ കമ്പനി എന്തെങ്കിലും അതിലൊരു ബ്രോക്കറേജ് ഒക്കെ ചെയ്തിട്ടുണ്ടോ വിചാരിക്കുക, ഒരു കമ്മീഷൻ കിട്ടി. അപ്പോൾ കമ്മീഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ കമ്പനി ആലോചിക്കുക, കമ്പനിക്ക് ക്യാഷ് കിട്ടി, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ആ കമ്മീഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻകം. ഇൻകം കൂടി എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ തിങ്സും സിമ്പിൾ ജേർണൽ പഠിച്ചു. ഓക്കെ, ദാറ്റ് വാസ് ലെവൽ 1 ഓൾ ദ വേ. നമുക്കിനി പഠിക്കാം ലെവൽ 2. ലെവൽ 2 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടും തിങ്സും ഒന്നല്ല, കുറച്ചും കൂടെ ടേംസ് കൂടുതൽ വരും. കുറച്ചും കൂടെ ക്രെഡിറ്റേഴ്സ്, ഡെറ്റേഴ്സ്, ഡെപ്രിസിയേഷൻ, ബാഡ് ഡെറ്റ്, ഇങ്ങനെ കുറച്ച് ആളുകൾ വരാനുണ്ട്. ഓക്കെ, പഠിക്കാം. ദാറ്റ്സ് വെരി സിമ്പിൾ. നമുക്ക് നോക്കാം ലെവൽ 2ൽ. First question, look at the questions there. Level 2 questions. First one, purchased goods. Purchased goods നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്. But that was for cash. ഇവിടെ ക്യാഷിനല്ല, ഫ്രം എ ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റ് ആണ്, ക്യാഷ് പോയിട്ടില്ല. ദാറ്റ്സ് ദ മെയിൻ വേർഡ് ഹിയർ. ക്യാഷ് പോയാൽ ആ ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ ഓൺ ക്രെഡിറ്റ് ആണ്. പർച്ചേസ് ചെയ്തത് ഗുഡ്സും. ഓക്കെ, ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ പർച്ചേസിൽ കാണിക്കുക. സോ പർച്ചേസ് അസറ്റ് ആണോ? നോ. എക്സ്പെൻസ് ആണോ? സോറി, ലയബിലിറ്റി ആണോ? എക്സ്പെൻസ്. എക്സ്പെൻസ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വി ഡെബിറ്റ്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ ആണല്ലോ? പർച്ചേസ് ഗുഡ്സ് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ക്യാഷിനായാലും എന്തിനായാലും പർച്ചേസ് ഗുഡ്സ്, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ്. നേരത്തെ നമ്മൾ ടു ക്യാഷ് എന്നാണ് എഴുതിയത്. ഇവിടെ ഇനി ക്യാഷ് ഇല്ല, ക്രെഡിറ്റിനാണ്. നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ പഠിച്ചിട്ടുണ്ട്. എ പേഴ്സൺ കോൾ ക്രെഡിറ്റർ. ദാറ്റ്സ് എ ലയബിലിറ്റി. നമ്മൾ കൊടുക്കാനുണ്ട്. ക്യാഷ് കൊടുത്താലേ ക്യാഷ് പോയിട്ടുള്ളൂ. ഇവിടെ ക്യാഷ് കൊടുത്തോ? നോ, നമ്മൾ ക്യാഷ് കൊടുത്തില്ല. ക്യാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കാനുണ്ട്. ഒബ്ലിഗേഷൻ, ദാറ്റ്സ് എ ലയബിലിറ്റി. ലയബിലിറ്റി കൂടി എന്ത് ചെയ്യണം? ക്രെഡിറ്റ്. ആ ലയബിലിറ്റീൻ്റെ പേരാണ് മിസ്റ്റർ എ. ഐ റിപ്പീറ്റ് അഗെയിൻ, ഡൗട്ട് ഉണ്ടാവും, സർട്ടൻ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടാവും. സിമ്പിൾ. പർച്ചേസ് ഗുഡ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ്. ക്യാഷിനാണെങ്കിൽ നമ്മൾ ചെയ്തത് ടു ക്യാഷ്. ഇവിടെ ക്യാഷിനല്ലല്ലോ, ക്രെഡിറ്റിനാണല്ലേ. ക്യാഷ് കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട്. കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ഹീസ് എ ക്രെഡിറ്റർ. ദാറ്റ്സ് എ ലയബിലിറ്റി. ലയബിലിറ്റി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ആ ലയബിലിറ്റീൻ്റെ പേരാണ് മിസ്റ്റർ എ. ദാറ്റ് പേഴ്സൺ ഈസ് കോൾഡ് മിസ്റ്റർ എ. ഹി ഈസ് ദ ക്രെഡിറ്റർ. ക്രെഡിറ്റർ ഇസ് എ ലയബിലിറ്റി. ലയബിലിറ്റി കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? നൗ കംസ് അനദർ ക്വസ്റ്റ്യൻ. സോൾഡ് ദ ഗുഡ്സ് ടു ബി ഓൺ ക്രെഡിറ്റ്. സോൾഡ് ഗുഡ്സ് ടു ബി ഓൺ ക്രെഡിറ്റ്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നോർമലായിട്ട് നമ്മൾ സെയിൽ ചെയ്താൽ നമുക്ക് ക്യാഷ് കിട്ടുമായിരുന്നു. ഇവിടെ ക്യാഷ് കിട്ടിയിട്ടില്ല. ക്രെഡിറ്റിന് നമ്മൾ സെയിൽ ചെയ്തത്, നമുക്ക് ക്യാഷ് കിട്ടിയില്ല, പക്ഷെ ആരോ ഒരാളെ കിട്ടി. ദാറ്റ് പേഴ്സൺ ഇസ് കോൾഡ് ബി. ബി എന്ന് പറയുന്ന ആളെ കിട്ടി. ആളും ഒരു വാല്യൂ ആണ്. ഇയാളെ നമ്മൾ പറയുന്നതാണ് ഡെറ്റർ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണേ. ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ഡെറ്റർ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നേരത്തെ എക്സാമ്പിൾ നമ്മൾ കൊടുക്കാനുള്ള ആൾ. ഇപ്പോൾ ഡെറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? നമുക്ക് ക്യാഷ് തരാനുള്ള. ഓക്കെ, ഡെറ്റർ ആണ്, വാല്യൂ ഉള്ള ഒരാളാണ്, പേഴ്സൺ ആണ്. ദാറ്റ്സ് ആൻ അസറ്റ്. ഓക്കെ, ക്യാഷിന് പകരം നമുക്കൊരാളെ കിട്ടി. ഓക്കെ, അയാൾ തരാനുള്ള ആളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ആൾ വാല്യൂ ഉള്ളതാണ്. ഹീസ് ആൻ അസറ്റ്. അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്തു. ഒന്നുകൂടെ ഐ റിപ്പീറ്റ് ദിസ് അഗെയിൻ. നമ്മൾ സെയിൽ ചെയ്തു. നോർമൽ കേസിൽ സെയിൽ ചെയ്താൽ നമുക്ക് ക്യാഷ് കിട്ടും. പക്ഷേ ഇത് ക്രെഡിറ്റിനാണ് സെയിൽ ചെയ്തത്. ക്യാഷ് കിട്ടിയില്ല. ക്യാഷിന് പകരം നമുക്ക് ആരെ കിട്ടി? ആ ആൾ കിട്ടി. അയാളെ പേരാണെന്ത്? മിസ്റ്റർ എനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അല്ലേ? സെയിൽസ് നമുക്ക് നടന്നു. സെയിൽസ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് ഒരു ഇൻകം ആണ്. ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക ടു സെയിൽസ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് അല്ല, ഡെറ്റർ അക്കൗണ്ട്. ആരെ ഡെറ്റർ ഇവിടെ? മിസ്റ്റർ എ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഓക്കെ, മനസ്സിലായല്ലോ? നൗ തേർഡ് വൺ, ഡെപ്രിസിയേഷൻ. Depreciation on machine. Yes, depreciation. What is depreciation? അല്ലേ, മലയാളം വേർഡ് തേയ്മാനം. എന്താണ് തേയ്മാനം? അസറ്റിൻ്റെ വാല്യൂ കുറയുക. ഇതിങ്ങനെ തേഞ്ഞ് വരിക അല്ലേ? അപ്പം അസറ്റിൻ്റെ വാല്യൂ കുറയുക.
അപ്പോൾ ഡെപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡെപ്രിസിയേഷൻ ഇസ് ആൻ എക്സ്പെൻസ് ഫോർ us. നമുക്കൊരു എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ആണ് അല്ലേ. നമുക്കിവിടെ ലോസ് എന്ന് പറയുന്നത് എക്സ്പെൻസിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് എക്സ്പെൻസ്. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് വന്നു, എക്സ്പെൻസിൻ്റെ പേരെന്താ? ഡെപ്രിസിയേഷൻ അല്ലേ. എക്സ്പെൻസ് വന്നാൽ എന്ത് ചെയ്യണം? നമ്മളതിനെ ഡെബിറ്റ് ചെയ്തു, ഡെപ്രിസിയേഷനെ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഡെപ്രിസിയേഷൻ എന്താ ചെയ്യുന്നത്? ഡെപ്രിസിയേഷൻ അസറ്റിൻ്റെ വാല്യൂ കുറയ്ക്കുന്നു. ഏതാ ഈ അസറ്റ്? ഇവിടെ മെഷീനറിൻ്റെ വാല്യൂ കുറഞ്ഞു, അസറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടെ ആലോചിക്കുക. ഡെപ്രിസിയേഷൻ, ദ ക്വസ്റ്റ്യൻ വാസ് ഡെപ്രിസിയേഷൻ ഓൺ മെഷീൻ്റെ ഡെപ്രിസിയേഷൻ ആയിരുന്നു. ഡെപ്രിസിയേഷൻ നമുക്കൊരു എക്സ്പെൻസ് ആണ് അല്ലെ, ലോസ് ആണ്. അത് വന്നപ്പോൾ നമ്മളിത് ഡെബിറ്റ് ചെയ്തു. നമ്മുടെ എന്ത് കുറഞ്ഞു? ഇവിടെ അസറ്റ് കുറഞ്ഞു, മെഷീനറി കുറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തതിന്? നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. നൗ കംസ് ദ ഫോർത്ത് തിങ്, ബാഡ് ഡെറ്റ്. Bad debt on debtors. Bad debt. There are two words, bad and debt. So what is basically a debt? Debts are of three types. മൂന്ന് ടൈപ്പ് ഡെറ്റ് ഉണ്ട് നമുക്ക്. ഗുഡ് ഡെറ്റ്, ബാഡ് ഡെറ്റ്, ഡൗട്ട്ഫുൾ ഡെറ്റ്. ഡൗട്ട്ഫുൾ അവിടെ നിൽക്കട്ടെ. ഗുഡ്, ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ എക്സാമ്പിൾ, നമ്മളൊരാൾക്ക് പൈസ കടം കൊടുത്തു. ഓക്കെ, സിമ്പിൾ എക്സാമ്പിളാണ്. നമ്മളൊരാൾക്ക് പൈസ കടം കൊടുത്തു, നമുക്കത് കിട്ടൂല. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു ഫ്രണ്ടിന് കൊടുത്തതിനാണ് അസ്യൂം ചെയ്യുക. നമ്മളൊരു ഫ്രണ്ടിന് പൈസ കൊടുത്തു, അവിടുന്ന് കിട്ടില്ല, നമുക്ക് ഓൾറെഡി അറിയാം. ഇതിന് നമ്മൾ പറയുന്നതാണ് ബാഡ് ഡെറ്റ്. ആർക്കത് ബാഡ് ഡെറ്റ്? നമുക്ക്. ഓക്കെ, നമ്മളൊരു ഫ്രണ്ടിനെ കൊടുത്തു, അവനെ പണ്ടേ അങ്ങനെ തന്നെയാണ്, പൈസ തിരിച്ചു തരുമോ നമുക്കറിയാം, തിരിച്ചു തരില്ലോ നമുക്കറിയാം. ദാറ്റ്സ് വാട്ട് വി കോൾ ബാഡ് ഡെറ്റ്. അപ്പം നമ്മുടെ ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പെൻസാണ്, അല്ല നമുക്കൊരു ലോസാണ് അല്ലേ, നമുക്കത് കിട്ടില്ല. അപ്പോൾ എക്സ്പെൻസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡെബിറ്റ് ചെയ്യണം. ബാഡ് ഡെറ്റ് ടു ആരാണ്? ഡെബിറ്റ് വന്നു, ഇതിന് ക്രെഡിറ്റ് വരണം. ഡെബിറ്റ് വന്നു, ഇതിനൊരു ക്രെഡിറ്റ് വരണം. ആരാ ക്രെഡിറ്റ്? ആ പേഴ്സൺ. നമുക്ക് തരാനുള്ള ഒരാളാണ്, നമുക്ക് കിട്ടാനുള്ളതായിരുന്നു അല്ലേ. നമ്മളൊരാൾക്ക് കൊടുക്കാനുള്ളതാണ്, നമുക്കൊരാളിൽ നിന്ന് കിട്ടാനുള്ളതാണ് ഡെറ്റർ. അപ്പോൾ ഈ ഡെറ്ററിൻ്റെ അടുത്ത് നമുക്ക് കിട്ടൂല, ഡെറ്റർ കുറഞ്ഞു. ബാഡ് ഡെറ്റ് വരിക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ബാഡിൻ്റെ അർത്ഥം എന്താ? നമ്മളൊരാൾക്ക് പൈസ കൊടുത്തു, കടം കൊടുത്തു, അയാൾ നമുക്ക് പൈസ തിരിച്ചു തരണം അല്ലേ, തിരിച്ചു തരുന്നില്ല, പൈസ പോയി, അല്ലെങ്കിൽ ആൾ പോയി. പൈസ അല്ല പോയത്, ആൾ പോയി എന്ന് പറഞ്ഞാൽ ആ ആളാണ് നമ്മുടെ അസറ്റ്. ഡെറ്ററാണ് ആള്, ഡെറ്റർ കുറഞ്ഞു. ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ്. ബാഡ് ഒരു എക്സ്പെൻസ് വന്നപ്പോൾ ഡെബിറ്റ് ചെയ്തു. നമ്മുടെ ഡെറ്റർ വാസ് എൻ ആസറ്റ്. ഡെറ്റർ ഒന്നുകൂടി മനസ്സിലാക്കുക, ഡെറ്റർ അസറ്റാണ്. അസറ്റ് കുറഞ്ഞപ്പോൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ ഡെറ്റർ കുറഞ്ഞത്? ഇനി കിട്ടില്ല, ഡെറ്ററിനടുത്ത് നമുക്കിനി കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അസറ്റ് കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്തു. ബാഡ് ഡെറ്റ് എന്നാൽ നമ്മുടെ എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് വൺ, ചെക്ക് റിസീവ് ഫ്രം ഡെറ്റർ. ചെക്ക് റിസീവ്, ചെക്ക് കിട്ടി. ചെക്ക് അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകമാണോ, ക്യാപിറ്റൽ ആണോ? ചെക്ക് ഇസ് ആൻ അസറ്റ് അല്ലേ, വാല്യൂ ഉള്ള, ക്യാഷിൻ്റെ വാല്യൂ ഉള്ള സാധനം. ചെക്ക് കിട്ടിയപ്പോൾ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ചെക്ക് കിട്ടിയപ്പോൾ ചെക്ക് അക്കൗണ്ട് അല്ലേ ഇതാ ബാങ്ക്, നമ്മുടെ ബാങ്ക് ബാലൻസാണ് കൂടിയത്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ചെക്ക് കിട്ടിയ എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. അപ്പോൾ കിട്ടാനുള്ള ഒരാളാണ് ഡെറ്റർ. ഡെറ്റർ നമുക്ക് ചെക്ക് തന്നു, ഇനി ആ ഡെറ്റർ ഇല്ലല്ലോ, ഡെറ്റർ പോയി, ക്യാഷ് കിട്ടി. അപ്പോൾ ഡെറ്റർ കുറഞ്ഞു പറഞ്ഞാൽ ഡെറ്ററും അസറ്റാണ്, ഡെറ്റർ കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്തു. ഒന്നുകൂടിയും, ഡെറ്റർ നമുക്ക് എന്ത് തന്നു? ചെക്ക് തന്നു അല്ലേ. ചെക്ക് തന്നു പറഞ്ഞാൽ ബാങ്ക് ബാലൻസ് കൂടി, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ബാങ്ക് ഒരു ആസറ്റാണ്, ഡെറ്റർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ഡെറ്റർ കുറഞ്ഞു എന്ന് പറഞ്ഞാലോ, ഡെറ്റർ ആസറ്റാണ്, കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, ക്യാഷ് റിസീവ് ഫ്രം ബി. അപ്പം നമ്മൾ ബിക്ക് നേരത്തെ സെല്ല് ചെയ്തിരുന്നു, ബിക്ക് നമ്മൾ നേരത്തെ ഗുഡ്സ് സോൾഡ് ടു ബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്നു, ക്രെഡിറ്റിന് കൊടുത്തു. അയാൾ നമുക്ക് എന്ത് തരുന്നു? ക്യാഷ് തരുന്നു. ക്യാഷ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുക? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ബീൻ്റെ അടുത്ത് ഇനി കിട്ടാനില്ലല്ലോ, കുറഞ്ഞു, ഡെറ്റർ കുറഞ്ഞു. ഓക്കെ, എല്ലാം ഒന്നും കൂടെ റീവൈൻഡ് ചെയ്ത് നോക്കാം. ഒരു എക്സ്ട്രാ വേർഡ് നമ്മൾ പഠിച്ചു, 3 എക്സ്ട്രാ വേർഡ്സ് നമ്മൾ പഠിച്ചു. ഡെറ്റർ. ഡെറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? നമുക്ക് ക്യാഷ് തരാനുള്ള ആൾ. ഡെറ്റർ നമുക്ക് ക്യാഷ് തരാൻ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാലോ, നമ്മൾ കൊടുക്കാനുള്ള ആൾ. ഓക്കെ, നമുക്ക് ക്യാഷ് തരാനുള്ള ഡെറ്റർ. ഡെപ്രിസിയേഷൻ എന്തായിരുന്നു? അസറ്റിൻ്റെ വാല്യൂ കുറയ്ക്കുന്നു, തേയ്മാനം നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കുറയ്ക്കുന്നു, എക്സ്പെൻസ് ആണ്. ബാഡ് ഡെറ്റ് എന്തായിരുന്നു? അതൊരു എക്സ്പെൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ അസറ്റ് ഫുള്ള് പഠിക്കുന്നതായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു നോക്കാം. ഈ പ്രോബ്ലം ഫുള്ള് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കുക, ക്വസ്റ്റ്യൻ എടുക്കുക. ഇതിൽ ആരൊക്കെ ഡെബിറ്റ്, ആരൊക്കെ ക്രെഡിറ്റ്. സ്റ്റാർട്ടപ്പ് ബിസിനസ് ക്യാഷാ, 2 ആസ്പെക്റ്റ് വേണം, ഡെബിറ്റും ക്രെഡിറ്റും. ആലോചിക്കുക. നിങ്ങൾ തന്നെ ബുക്കൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായി നിങ്ങൾ തന്നെ ഇത് ആലോചിച്ച് നോക്കുക. ഈ ക്വസ്റ്റ്യൻ എടുക്കുക, റിവൈൻഡ് ചെയ്തെക്കുക. നിങ്ങൾ ഇതിൻ്റെ ലെവൽ 2 ക്വസ്റ്റ്യൻസും നിങ്ങൾ എടുത്ത് നോക്കുക.
ഫുള്ളായിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായി ചെയ്ത് നോക്കിയാൽ ജേണൽ എൻട്രി ഈസ് ഓവർ. ഇതാണ് ഒരു ബേസിക് ജേണൽ എൻട്രി, ഒരു സ്റ്റുഡൻ്റ് അറിഞ്ഞിരിക്കുന്ന ബേസിക് ജേണൽ എൻട്രി. ഫർദറായിട്ട് നമുക്ക് കുറേ കമ്പനീസിന് ഷെയർസൊക്കെ പഠിക്കാൻ ആയിട്ടില്ല. +1 ബേസിക്സിൽ നിങ്ങൾക്ക് ഈ ജേണൽ എൻട്രി അറിയാം, നിങ്ങൾക്ക് ഏത് ജേണൽ എൻട്രി പാസ് ചെയ്യാൻ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി പഠിക്കും. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രിയോടെ ഈ ബേസിക്സ് ഇവിടെ കഴിയാണ്. ഈ നെക്സ്റ്റ് വീഡിയോ വിൽ പോസ്റ്റ് ലെഡ്ജർ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലെഡ്ജർ നമ്മൾ പഠിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ ഈ ജേണൽ എൻട്രിയാണ് ഏറ്റവും ആദ്യം പഠിച്ചു വെക്കേണ്ടത്. നിങ്ങൾ ജേണൽ എൻട്രി ഫുള്ളായിട്ടൊന്ന് നോക്കി വെക്കുക, പഠിക്കുക. ആൻഡ് വൺസ് അഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, കഷ്ടപ്പെട്ട് പഠിക്കരുത്, ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ മതി.